കൃപ നമ്മോട് കൂടിയിരിക്കട്ടെ. ആമോസിന്റെ പ്രവചനം 3-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം 7-ാമത്തെ വാക്യം 12-ാമത്തെ വാക്യം ഇൻസ്റ്റാഗ്രാമിൽ വായിക്കാം. ഭൂമിയിലെ സകല വംശങ്ങളിൽ വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകത്യങ്ങളൊക്കെ നിങ്ങളിൽ സന്ദർശിക്കും. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഒരു ഇടയൻ രണ്ട് കാലോ ഒരു കാതോ സിംഹത്തിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ ശമര്യയിൽ കിടക്കയുടെ കോണിലും പട്ടുമെത്തുമേലും ഇരിക്കുന്ന ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെടും. 9-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. 9-ാം അധ്യായത്തിന്റെ 15. ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനി പഠിച്ചു കളയുകയില്ലെന്ന് നിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. ഈ ആദ്യത്തെ 3 വാക്യങ്ങൾ നമ്മൾ ഈ ആഴ്ച മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ സംസാരിച്ചു, പ്രിയപ്പെട്ടവരെല്ലാം സംസാരിച്ചു. ആ വചനം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ആ വചനം പറയുന്നത് ഭൂമിയിലെ സകല ജാതികളിൽ വെച്ച് നിങ്ങളെ മാത്രം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാനത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തോളാൻ പറഞ്ഞായിരുന്നു. ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഇതുവരെ അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് മാത്രം ഒന്നും കൂടെ അണ്ടർലൈൻ ചെയ്തു. നിങ്ങളെ മാത്രം. ഇന്ന് ഈ ആരാധനയ്ക്കിരിക്കുന്ന നിങ്ങളെ മാത്രമേ തമ്പുരാൻ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. നമ്മളെക്കാൾ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും ഒക്കെ ഉള്ളവരുള്ളപ്പോൾ അവരെല്ലാം മാറ്റി നിർത്തിയിട്ട് എന്നെ മാത്രം, നമ്മെ മാത്രം. പണപരമായിട്ടാണെങ്കിൽ നമ്മളെക്കാൾ വലിയ പണമുള്ള എലൻ മസ്കും ജെറ്റ് ബോക്സും ഒക്കെ ഉണ്ടായിരുന്നു, അവരെ വിട്ടു. ഇന്ത്യയിലാണെങ്കിൽ അംബാനിമാരും യൂസഫലി ഒക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം വിട്ടു. പണം എല്ല ഇതിന്റെ കാരണം. കുടുംബം കൊണ്ടാണെങ്കിൽ പൗരോ മറ്റു ഫാമിലിയിലൊക്കെ ഉള്ളവരുണ്ടായിരുന്നു, അവരെല്ലാം കർത്താവ് വിട്ടു. ഇനി രാജ്യത്തിന്റെ സമ്പന്നത കൊണ്ടാണെങ്കിൽ പ്രസിഡന്റുമാരാണെങ്കിൽ ട്രംപോ ജോ ബൈഡനോ ഇവിടുത്തെ അമീറോ നരേന്ദ്രമോദിയോ ഒക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം കർത്താവ് വിട്ടിട്ട് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്ന നിങ്ങളെ മാത്രം, നമ്മെ മാത്രം, എന്നെ മാത്രം, എന്റെ കുടുംബത്തെ മാത്രമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മെ മാത്രം അവൻ തെരഞ്ഞെടുത്തു. ഒന്നത് അതിന്റെ ആ 3-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില് ആണ് പറഞ്ഞിരിക്കുന്നത് നമ്മെ മാത്രം അവൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 7 വരെയുള്ള വാക്യങ്ങളില് 7 ചോദ്യങ്ങളുണ്ട്. 7 ചോദ്യങ്ങൾ മിക്കവാറും ഒക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചു. ഒന്നും കിട്ടാതിരിക്കെ സിംഹം അലറുമോ, ഇലയൊന്നും കിട്ടാതിരിക്കെ ബാലസിംഹം ഒച്ച വെക്കുമോ, പിന്നെ കുടിക്കില്ലാതെ പക്ഷിയില്ലാതെ തകപ്പെടുമോ, പിന്നെ പേടിക്കാതിരിക്കുമോ. 7 ചോദ്യങ്ങൾ അവിടെയുണ്ട്. 7 ചോദ്യങ്ങൾ ദൈവജനത്തോടുള്ള ബന്ധത്തിലാണ്. സിംഹം ഇര പിടിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഗ്യാപ്പ്, ഒരു സൈലന്റ് പീരീഡ് ഉണ്ട്. ബാലസിംഹത്തിന് ഇര കിട്ടാതിരിക്കുന്ന ഒരു സൈലന്റ് പീരീഡ് ഉണ്ട്. ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും പറഞ്ഞ ഒറ്റ വാക്കി പെട്ടെന്ന് പറയുക. ബാലസിംഹത്തിന് ഇര പിടിക്കാൻ പോയിട്ട് ഈ തള്ളസിംഹം ഇര പിടിക്കാൻ പോയിട്ട് തിരിച്ചു വരെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ വരുന്ന ഗ്യാപ്പ് ഈ അവിടെ എത്തിയിരിക്കുന്ന ഇര കിട്ടുമ്പോൾ ഇതലയ്ക്കും, ഇത് ഒച്ച വെക്കും. പക്ഷെ ഇര പിടിക്കാൻ പോയിട്ട് വരുന്നൊരു സമയമുണ്ട്. ഇത് എത്ര സമയം എടുക്കും? ഇര പിടിക്കാൻ പോയിട്ട് വരുന്ന സമയം. സിംഹം ഇര പിടിക്കാൻ പോയിട്ട് എത്ര സമയം എടുക്കും? രണ്ട് ബ്രദറെ പോയിട്ട് വരാനായിട്ട്. സിംഹം ഒരു കുഞ്ഞു സിംഹത്തെ ബാലസിംഹത്തെ കൂട്ടി ഗുഹയ്ക്കകത്തിട്ടിട്ട് ഈ തള്ളസിംഹം ഇര പിടിക്കാൻ പോയിട്ട് വരാൻ എത്ര സമയം എടുക്കും? ഇര കിട്ടുന്ന സമയം. റൈറ്റ്, അതാണ് ഇര കിട്ടുന്ന സമയം. ഞാൻ മീറ്റിംഗിൽ ഇല്ലായിരുന്നില്ലേ? എന്നാലും കറക്റ്റ്. ഇര കിട്ടുന്ന സമയമാണ്. ഇതാണ് ടൈം. ഇര കിട്ടുന്ന സമയം. ഇതിപ്പോ ചിലപ്പോൾ ഇപ്പൊ 2 സെക്കൻഡ് കൂടി കിട്ടിയെന്ന് വരാം. ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു മൊബൈലിൽ കിട്ടിയെന്ന് വരാം. ചിലപ്പോൾ ഒരു ദിവസം എടുത്തെന്ന് വരാം. ചിലപ്പോൾ 12 മണിക്കൂർ എടുത്തെന്ന് വരാം. ഇതാണ് ഇര കിട്ടുന്ന സമയം. അപ്പൊ ഒരു കാര്യം മതി, ഇതാണ് പ്രാർത്ഥനയുടെ മറുപടിയുടെ സമയം. പ്രാർത്ഥനയുടെ മറുപടിക്ക് എത്ര സമയം എടുക്കും? നമുക്കറിയില്ല. ഹന്ന പ്രാർത്ഥിച്ചു, എത്ര വർഷം പ്രാർത്ഥിച്ചത് അറിയത്തില്ല. മറ്റേ പെണ്ണിലേക്ക് 10 മക്കളുണ്ട്, 6 മക്കളുണ്ടെന്ന് 10 മക്കളുണ്ടെന്ന് പറയുന്നു. 10 മക്കളുണ്ടാകുന്ന ഒരു പീരീഡ്. അപ്പൊ ഒരു 12 വർഷം കൂട്ടാം. ഒരു കൊച്ചിനെ 12 വർഷമെങ്കിലും, പിന്നെ 1 വർഷം. അപ്പൊ ഹന്നയുടെ പ്രാർത്ഥന 13 വർഷം, അബ്രഹാമിന്റെ പ്രാർത്ഥന 25 വർഷം. ആ മറ്റേ സ്ത്രീ ഉണ്ടല്ലോ, രക്തസ്രാവക്കാരി സ്ത്രീ, 12 സംവത്സരം പ്രാർത്ഥിച്ചിട്ടില്ല. 1 സെക്കൻഡ് ചെന്നു തൊട്ടു, ആ സെക്കൻഡ് സൗകര്യം. ആ മറ്റേ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യൻ പുള്ളി കാത്തിരുന്ന് കുറെ നാള്, പക്ഷെ യേശുവിനെ കണ്ടു, ആ സെക്കൻഡ് സൗകര്യമായി. മറ്റേ ഒരു കണ്ണ് പൊട്ടനായ മനുഷ്യൻ, അതേ വിളിച്ച് യേശുവെ ദാവീദ് പുത്ര കണ്ണു നോക്കണേ വിളിച്ചു, അവനെ വിളിക്കാൻ പറഞ്ഞു, തൊട്ടു, അത് 2 സെക്കൻഡ് എടുത്തുള്ളൂ. അതാണ് ഒരു സൈലന്റ് പീരീഡ് ടൈം. ഒരു സൈലന്റ് പീരീഡ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ സൈലന്റ് പീരീഡ് എത്രയാണെന്ന് നമുക്കറിയില്ല. എത്രയാണെന്ന് കർത്താവ് ഇങ്ങോട്ട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആ സമയം അബ്രഹാമിനെ വിളിച്ചിട്ട് പറയാം, മോനെ വാ 25 വർഷം 25ാമത്തെ വർഷത്തേക്ക് കൊച്ചിനെ തന്നേക്കാം എന്ന് പറഞ്ഞെങ്കിൽ അബ്രഹാം 25, അപ്പൊ ഡേറ്റ് കുറിച്ചിട്ടു 2025 അല്ലെ 2030 ഫെബ്രുവരി മാസം 5-ാം തീയതി എനിക്ക് കിട്ടും. അപ്പൊ അബ്രഹാം സന്തോഷമായിരുന്നു. അങ്ങനെ പറഞ്ഞില്ല.
ഇതാ നമ്മുടെയൊക്കെ പ്രശ്നം. ഇന്ന സമയത്ത് തന്നേക്കാം എന്ന് കർത്താവ് പറഞ്ഞില്ല. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പൊ സിംഹം ഇര പിടിക്കുന്ന ആ സമയമുണ്ട്. ഇര പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അലർച്ചയാ. ഇര പിടിച്ചോണ്ട് വരുന്ന സിംഹം ഇങ്ങനെ ഈ മുരടും ഒരു സൗണ്ട് ഉണ്ടാവും. ഈ സൗണ്ട് യാമോസ് എന്ന് പറയുന്ന ഇടയനായിരുന്നു. തെക്കോവ എന്ന് പറയുന്ന ഒരു വനത്തിലായിരുന്നു, ആറ്റിലായിരുന്നു. ഒന്നാമത്തെ വനത്തിൽ പറയുന്നത്. അപ്പൊ ഈ ഇടയനായതുകൊണ്ടും തെക്കോവ ദേശക്കാരനായതുകൊണ്ടും ഇയാൾ സിംഹവും ഈ സിംഹത്തിൽ ഈ കുഞ്ഞിനെ എടുക്കുന്നതൊക്കെ ഭയങ്കര പരിചയമാണ്. അപ്പൊ ഇത് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ പുള്ളിയുടെ നമ്മളിപ്പോ എടുക്കുകയാണെങ്കിൽ ഇപ്പം റെഡിമെയ്ഡ് എടുക്കുകയാണെങ്കിൽ വണ്ടിയായിട്ട് ബന്ധപ്പെട്ടായിരിക്കും എഴുതുന്നത്. ഇപ്പൊ റോക്കിമെന്റ് എടുക്കുകയാണെങ്കിൽ റോക്കിമെന്റിന്റെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും എഴുതുന്നത്. എന്തെങ്കിലും പറയുവാണെങ്കിൽ ഇപ്പൊ ഷിബുമെന്ന് പറയുകയാണെങ്കിൽ അവിടുത്തെ KDD ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും പറയുന്നത്. അവരുടെ അതുപോലെ ഇദ്ദേഹം പറയുന്നത് ഇടയ ആ വനത്തിലെ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ ഈ സിംഹത്തിന്റെ കാര്യം ഇദ്ദേഹത്തിന് കൃത്യമായിട്ടില്ല. അപ്പൊ പലപ്പോഴും കേട്ടിട്ടുണ്ട് സിംഹം ഒച്ച വെക്കുന്നതും തീറ്റ പിടിച്ചോണ്ട് വരുന്നത്. അപ്പൊ ഈ സിംഹം ഇതിന്റെ ഒരു പ്രത്യേകത, ഇര പിടിക്കാൻ ഇറങ്ങുമ്പോ തൊട്ട് സിംഹം മിണ്ടത്തില്ല. ആ ഏതെങ്കിലും സിംഹം ഒച്ച വെച്ചുകൊണ്ട് പോയി മാൻ അവിടെ നിന്നോട് പോകും ഇല്ല. ഈ സിംഹത്തെ ഞാൻ വായിച്ചപ്പോൾ ഭയങ്കര രസകരമായിട്ട് തോന്നി. ഞാൻ പറഞ്ഞതാണ് കേട്ടോ, അതൊന്നുകൂടെ ഇല്ലാത്ത തരത്തിലേക്ക് പറയുക. അപ്പൊ ഭയങ്കര രസകരമായിട്ട് തോന്നി. കാരണം ഈ സിംഹം ഒരു മാനിനെ കണ്ടു ഇത്ര ദൂരെയാണ്, ഒരു നദിയുടെ തീരത്ത് ഒരു മാനിനെ കണ്ടു. മാനിനെ കണ്ടിട്ട് ഈ സിംഹം പോലും അറിയില്ല. കരിയിലേക്ക് ഉണ്ടെങ്കിലും സിംഹം പോലും അറിയാതെയാണ്. മുമ്പ് ഇര കിട്ടുന്ന സമയമുണ്ടല്ലോ, ഗുഹയിൽ ഇറങ്ങി ചിലപ്പോൾ 2 മണിക്കൂർ ഇങ്ങനെ പമ്പി നടന്നപ്പോഴാണ് ഒരു മാനിനെ കണ്ടേ. മാനിനെ കാണുമ്പോൾ കുഞ്ഞു കൂട്ടി വിശന്ന് കിടക്കുക. ബാലസിംഹം വിശന്ന് കിടക്കുക. സിംഹത്തിന് വിഷമുണ്ട്. സിംഹത്തിന് അങ്ങനെ പ്രശ്നമുണ്ട്. ലേസിയ സിംഹം ഇന്നലെ കിട്ടുന്നത് പിടിച്ച് നിന്നിട്ട് പഴയ കഴിക്കത്തില്ല. ഞാൻ ഫ്രിഡ്ജ് വെച്ച് കഴിക്കത്തില്ല. ഫ്രിഡ്ജ് വെച്ച് കഴിക്കുന്ന സ്വഭാവ സിംഹത്തിനില്ല. ഇന്നലത്തെ ഫുഡ് കഴിക്കത്തില്ല. അത് ബാക്കി വരുന്നത് കുറുക്കനിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഇത് കഴിക്കത്തില്ല. ബാലസിംഹം കഴിക്കത്തില്ല. ഫ്രഷ് ആയിട്ട് കഴിക്കുള്ളൂ. അപ്പൊ ഇന്നലത്തെ എല്ലാം കഴിഞ്ഞു. വിശന്ന് കിടന്നിട്ട് ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് കൊച്ചു കഴിയുമ്പോഴാണ് ഓർക്കുന്നത്. അപ്പൊ ഈ ബാലസിംഹം ഇറങ്ങി നടന്നിങ്ങനെ ദൂരെ നോക്കി 2 മണിക്കൂർ കഴിഞ്ഞിട്ടാ ഒരു മാനിനെ കണ്ടേ. ദൂരെ ഒരു മാൻ നിൽക്കുകയാണ്. ആ മാനിനോട് കുറെ ഒരു കാലം ഒരു 10 കാലം ദൂരെ ഒരു മാൻ നിൽക്കുക. ആ മാൻ നിൽക്കുമ്പോഴത്തേക്കും ഈ മാനിനെ പിടിക്കണമെങ്കിൽ വിശന്നിരിക്കുന്ന സിംഹം ആർത്തിയോടെ ആ കൊച്ചു സിംഹത്തെ കൊടുത്തിട്ട് ഒറ്റ ചാട്ടം ചാടുവോ അത് ഒന്നുകൂടെ പമ്മി അവിടെ സൈലന്റ് അടിക്കുമോ? എന്താ തോന്നുന്നത്? സൈലന്റ് അടിക്കും. പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് വളർത്തുന്ന പട്ടിയൊക്കെ ആണെങ്കിൽ നമ്മുടെ വളർത്തുന്നതായിരിക്കണമെങ്കിൽ ആഹാരം കൊടുക്കുമ്പോഴത്തേക്ക് ചാടും. മറ്റേ നമ്മുടെ കിളികളൊക്കെ ആണെങ്കിൽ ആ സൺഷൈൻ നല്ല എക്സ്പീരിയൻസ് ഇങ്ങനെ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കൊച്ചു കൊടുക്കും നമ്മുടെ ഈ തീറ്റ കൊടുക്കുമ്പോൾ. പക്ഷേ ഈ സിംഹത്തിന്റെ പ്രശ്നം അറിയോ? സിംഹം ഒന്നും കൂടെ അന്ന് എഴുതിയേക്കുന്ന കറക്റ്റായിട്ട് പറയാം കേട്ടോ. സിംഹം 10 കാലം ദൂരെ മാനിനെ കണ്ടാൽ ഇവിടെ ആ ഒരു ചെടികളുടെ ഇടയിൽ പമ്മിയിട്ട് കാലിങ്ങനെ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ബാക്കിലേക്കായി. ഇതെന്തിനറിയോ? കുതിക്കാൻ. ഇത് ആ സിംഹത്തിന്റെ മൈൻഡിൽ ഒരു അളക്കും സിംഹം. എങ്ങനെ അളക്കും അറിയോ? 5 ചാട്ടം ചാടി 6ാമത്തെ ചാട്ടം മാനിന്റെ മുകളിലായി കൃത്യമായി. അപ്പൊ മാൻ ഒരടി മുന്നോട്ട് പോകും. ഈ സിംഹത്തെ കാണും ഒരടി മുന്നോട്ട് പോകും. അതുകൂടെ ചേർത്ത് സിംഹം ചാടി. ഇതാണ്. അപ്പൊ ഈ പദ്ധതി നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ ചിലപ്പോഴൊക്കെ വയലന്റ് ആണ്. കർത്താവ് എന്താ മറുപടി കിട്ടാത്ത, ഇങ്ങോട്ട് തരാത്ത എന്താ, ഇങ്ങോട്ട് എനിക്ക് തന്നില്ലല്ലോ. അപ്പൊ ഒരു കാര്യം ഇന്ന് സിംഹത്തെ കണ്ടിട്ട് പഠിക്കണം. സിംഹത്തിന്റെ കൂട്ടിലൊരു കൊച്ചു കിടപ്പുണ്ട്. അതിന്റെ പേര് ബാലസിംഹം എന്നാ. ബാലസിംഹം ഇര കിട്ടിയിട്ടില്ല. ഇന്നലെ ഇര കിട്ടിയിട്ടില്ല ബാലസിംഹത്തിന്. അതിന്റെ കരച്ചിൽ കേട്ടിട്ടാ വരുന്നത്. എന്നിട്ടും ഈ സിംഹം മാനിനെ കണ്ടിട്ട് അതിനെടുത്ത് ചാടാതെ വളരെ സൈലന്റോടെ കാത്തിരിക്കുന്നത് പോലെ ഇന്ന് പകല് ആരാധന ചെയ്യുന്ന ദൈവത്തിനെ ആ വചനം പറയട്ടെ. ബാലസിംഹം ഇര കിട്ടാതെ വിശന്നിരിക്കും. എന്നാൽ ഇന്ന് പകലിൽ ആരാധനയ്ക്ക് ഇരിക്കുന്ന ദൈവത്തിനെ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഓരോ നന്മയ്ക്കും കൂലമില്ല. ഇതാ ദൈവവചനം. സിംഹം പന്നിയിരിക്കുന്ന ഒരു സൈലന്റ് പീരീഡ്. അത് കഴിഞ്ഞ സിംഹത്തെ അത് കഴിഞ്ഞ പിടിച്ചോണ്ട് വരുമ്പോ പഴയ പോലെയില്ല. പിന്നെ തലച്ച സിംഹം വരുന്നേ, ഒരൊച്ചപ്പാടൊക്കെ ഉണ്ടാക്കി ബഹളമൊക്കെ ഉണ്ടാക്കിയാ വരുന്നേ. ഈ സിംഹത്തിന്റെ കടിച്ചു പിടിച്ചേക്കാം മാനിനെ കടിച്ചു പിടിച്ചിട്ട് ഈ സൗണ്ട് ഇങ്ങനെ പുറത്തോട്ട് വരും. ഇത് ആ ബാലസിംഹം കേൾക്കുമ്പോ അവിടെ ഇരിക്കുന്ന വാക്കെന്താ? ബാലസിംഹം കേൾക്കുമ്പോ ഒച്ച പുറപ്പെടുവിക്കാൻ തുടങ്ങും. ദൂരെ ഈ തള്ളസിംഹം ഇരെ കടിച്ചു പിടിച്ച് അലറാൻ പറ്റത്തില്ല, ഒച്ച പുറപ്പെടുവിക്കാൻ തുടങ്ങും. എപ്പോഴാണെന്നറിയോ? അതുവരെ മിണ്ടാതിരുന്ന ഈ സിംഹം കിട്ടി കഴിയുമ്പോ ഒച്ച വെക്കാൻ തുടങ്ങും. ഇതാ
ഒരു ഒരു ഇത് കണ്ടോ, നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നതോടെ ബാക്കി ഭാഗം ഞാൻ പറയുന്നില്ല. പക്ഷി കുടിക്കലിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ പറയുന്നത് ഞാൻ ഇങ്ങനെ എടുക്കാനായിട്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രിയ സനിശാനോട് പറഞ്ഞ ഒരു ഭാഗം എടുത്ത് സംസാരിച്ചാൽ നന്നായിരിക്കും. വളരെ അനുഗ്രഹമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അതെ, ഇപ്പോഴും അതെ. ഇതെടുത്ത് എനിക്ക് വളരെ സന്തോഷമായി. അപ്പം ഇതിനെ ആ ഒന്നാമത്തെ ഭാഗം എനിക്ക് ചിന്തിച്ചേ. ഒന്നാമത്തെ ഭാഗം ആ സിംഹം ആ നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു. അത് സിംഹത്തിന്റെ കാര്യം. രണ്ട്, കുടുക്ക് വെച്ചിരിക്കുന്ന പക്ഷിയുണ്ട്. കുടുക്ക് വെച്ചിരിക്കുന്ന പക്ഷി എന്ന് പറഞ്ഞാൽ പക്ഷി കുടുക്കിനകത്ത് വീഴാതെ അത് അലിക്കുമോ ചോദിക്കുന്നുണ്ട്. അത് ഒച്ച വെക്കുമോ, കുടുക്ക് വെറുതെ നിലത്ത് ഉയരുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അതിന് 91 സങ്കീർത്തനം 3-ാമത്തെ വാക്യം. അതുപോലെ തന്നെ പക്ഷി വേട്ടക്കാരന്റെ കണ്ണിൽ നിന്ന പോലെ ഒന്ന് അതിനെ പക്ഷി കുടുക്കിനകത്ത് പെടാതെ സംരക്ഷിക്കുക. വാക്യം മാത്രം ഞാൻ പറയുക. ആ ഒറ്റ വാക്ക് പറഞ്ഞാൽ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണം എന്ന് വിചാരിച്ച് പിശാച് ഇങ്ങനെ നടക്കുമ്പോ 91-ാം സങ്കീർത്തനം രക്ഷപ്പെടാനുള്ള 2 മാർഗമുണ്ട്. 91-ാം സങ്കീർത്തനം 1, 2, 3, 124-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം. ഇത് രണ്ടും രക്ഷപ്പെടാനുള്ള മാർഗമാണ്. 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അത്യുന്നതന്റെ മാർഗ്ഗം വിശ്വസിക്കുകയും സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവനെ പോലെ കുറിച്ച് എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്നത് പറയും എന്ന് പറയുന്നു. അടുത്ത വാക്യം, അവൻ നിന്റെ വേട്ടക്കാരന്റെ കടയിൽ വിളിക്കും. ആരെ വിളിക്കുന്നത്? ഈ ദൈവ സന്നിധിയിൽ അത്യുന്നതന്റെ മറവിലിരിക്കുന്നവൻ, ദൈവത്തിന്റെ ആ നിഴലിന്റെ കീഴിൽ ഇരിക്കുന്നവൻ, കോഴി തള്ളക്കോഴി ചിറകിന്റെ കീഴിൽ ഇരിക്കുന്നത് പോലെ ആ ചിറകിന്റെ കീഴിൽ ഇരിക്കുന്ന ആ സാന്നിധ്യത്തിന്റെ മറവിലിരിക്കുന്ന ഈ ആരാധനയിൽ ആ ദൈവ തേജസ്സിനകത്തിരിക്കുന്ന നിന്നോട് പറയുക, അവൻ നിന്നെ ദൈവ സങ്കേതം എന്ന് പറയുന്ന നമ്മോട് പറയുന്നു, അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ അവൻ നിന്നെ വിടുവിക്കും. അപ്പൊ ആദ്യത്തെ വാക്യം വിട്ടുകളില്ല കേട്ടോ. ആദ്യത്തെ വാക്യം വിട്ടുകളില്ല. ആദ്യത്തെ വാക്യം പറയുന്നറിയോ, നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈ മകനെ മാത്രമേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഭൂമിയിൽ ഒരുപാട് പേരുണ്ട്. പക്ഷേ എഫെസ്യ ലേഖനം 1:5 പറയുന്നത് പോലെ ഭൂമിയിൽ ഒരുപാട് പേരുണ്ട്. ഉലക സ്ഥാപനത്തിന് മുൻപേ പ്രിയനായവരിൽ യേശു കർത്താവിനെ കാൽവരിയിൽ തന്നിട്ട് പ്രിയനായവരിൽ അവൻ നമ്മെ ദത്തെടുത്തിരിക്കുന്നു. നമ്മെ ദത്തെടുത്തിരിക്കുക. അപ്പൊ മകനാക്കി നമ്മളെ മാറ്റിയിരിക്കുക, മകനാക്കി നമ്മളെ വെച്ചിരിക്കുക. അപ്പൊ മകനാണ്. ഈ മകൻ എന്നുള്ള പുത്രൻ എന്നുള്ള പദവിയിലാണ് നിങ്ങളെ മാത്രം, നമ്മെ മാത്രം, എന്നെ മാത്രം, എന്റെ കുടുംബത്തെ മാത്രം, നമ്മെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവം. മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവം ഒരു സൈലന്റ് പീരീഡ്. 2 കുടുക്കുണ്ട്, പക്ഷെ അതിൽ നിന്ന് രക്ഷിക്കുന്ന, വേട്ടക്കാരന്റെ കടയിൽ നിന്ന് രക്ഷിക്കുന്ന ആ ദൈവം. പിന്നെ ആ ചോദ്യങ്ങളിലേക്ക് ഞാൻ വരുന്നില്ല. അതിന്റെ താഴെ 7-ാമത്തെ വാക്യമാകുമ്പോഴത്തേക്ക് 7 ചോദ്യങ്ങളുണ്ട്. 7-ാമത്തെ വാക്യമാകുമ്പോഴത്തേക്കും 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, തന്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് പറയാതെ ദൈവം ഒരു കാര്യം ചെയ്യുമോ? ദൈവം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ആലോചിച്ച് നോക്കി, നമുക്കൊരു ഹിന്റ് തന്നിരിക്കും, നമുക്കൊരു സിഗ്നൽ തന്നിരിക്കും എന്ന് പറഞ്ഞാൽ ആ സിറ്റീസ് നമ്മൾ അറിയണമെന്നൊന്നുമില്ല. ഇല്ലെങ്കിലും നമുക്ക് അതിന് സിഗ്നൽ തന്നിരിക്കും. പലരും ഈ ദൈവദാസന്മാര് അല്ലെങ്കിൽ ദൈവദാസന്മാര് നമ്മുടെ അമ്മച്ചിമാരൊക്കെ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ പറയാറില്ലേ? ഞാൻ ഓർക്കുന്നു, സനിശാന്റെ അമ്മച്ചിയുടെ സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ രാജ്യസിസ്റ്ററിലൊക്കെ ഇങ്ങനെ ആ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് അവർക്കറിയാം ദൈവകൃപയുള്ള ആളുകൾക്കറിയാം എന്റെ വീട്ടിലോട്ട് പോകാൻ പോകാന്നറിയാം, നിത്യ വീട്ടിലേക്ക് പോകാൻ പോവുകയെന്നറിയാം. ഇവർക്കറിയാം, ഒരു ഹിന്റ് കിട്ടിയിരിക്കും. നമ്മൾ ഏതെങ്കിലും, ഞാൻ മിക്കവാറും അനുഭവം ഫീൽ ചെയ്യാറുണ്ട്, ഏതെങ്കിലും ഒരു കാര്യത്തിന് സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പ് എനിക്കറിയാം ഞാൻ അനുഭവിക്കാൻ അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്നത് ഏത് തരത്തിലാണെന്ന് എനിക്കറിയാം. ഇത് ദൈവത്തിന്റെ ദാസന്മാർക്ക്, ദൈവദാസിമാർക്ക്, നമ്മൾ പ്രവാചകന്മാരാണോ എന്നുമല്ല. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവ പൈതലാണ്. ദൈവത്തിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ടവരെ പ്രവാചകനും പുരോഹിതനും രാജാക്കന്മാരുമായിട്ടാണ്. ഇത് പദവിയാണ്, ഇതൊരു പ്രൊഫഷനല്ല അല്ലെങ്കിൽ ഒരു ജോലിയല്ല, ഇതൊരു പദവിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, യാദവീയ പുരോഹിത വർഗം, സ്വന്തം ജനം, വിശുദ്ധ വംശം. ഇതാണ് നമ്മുടെ പദവി. ഈ പദവിയാണ് തന്നിരിക്കുന്നത്. ഇവർക്കറിയാം, നമ്മളോട് പറയും കർത്താവ്. ഒന്നെങ്കിൽ ദൈവവചനത്തിലൂടെ പറയും, ദൈവദാസന്മാരോട് പറയും, ഇല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പറയും, പ്രാർത്ഥനയിലൂടെ പറയും. ഇത് ദൈവം ഞാൻ പറയും. ഇനി അടുത്ത വാക്യം, ഇത് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഓടിപ്പോയിട്ടുണ്ട് ഈ ആഴ്ച. 12-ാമത്തെ വാക്യത്തിൽ പറയുന്ന അതാണ് ഏറ്റവും രസകരമായ കാര്യം. അപ്പൊ ഒരു 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു ഒരു ഇര. അതൊന്ന് വായിച്ചു പറഞ്ഞത്. യെസ്, ഒരു രസകരമായ കാര്യമാണ് ഈ അവിടെ വായിക്കുമ്പോൾ. ഒരു രസകരമായ കാര്യം കേൾക്കാം. ഒരു ഇര എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിടിച്ചത് സിംഹം ആന്നിരിക്കട്ടെ. ഒരിടയിൽ ഇങ്ങനെ ആടിനെ തിരിച്ചുകൊണ്ട് നടക്കുക. ആട് ഈ ഗ്രൂപ്പിൽ നിന്ന് 100 ആടുള്ള ഒരെണ്ണം വെള്ളിക്ക് പോയി.
അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് ഒന്ന് മാറിപ്പോയി ഈ വടിയും കോലും ഒക്കെ ഇടയുടെ കയ്യിൽ എടുക്കൊണ്ട് ഇടയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സിംഹം ഇങ്ങനെ പിടിക്കുന്നത് ഈ ആണിന്റെ പെടലിലേക്ക് പിടിക്കും, ഇങ്ങനെ കടിച്ചെടുക്കുന്നത്. അങ്ങനെ കടിച്ചെടുത്തു എന്നിരിക്കട്ടെ, അത് ആദ്യം അതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കടിച്ചെടുത്തോണ്ട് പോയി, ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോ അങ്ങനെ പിടിച്ചോണ്ട് ഓടുമ്പോഴാണ് ഇടയം പെട്ടെന്ന് നോക്കുമ്പോ ആടിനെ തന്നെ കേൾക്കാം, ഇടയെ പിടിച്ചോണ്ട് പോവാ. ഇടയെ നോക്കുമ്പോ ഈ ആട് പോവാ. ഇനി അത് വായിക്കുമ്പോഴേക്ക് ആ സംഭവം വായിക്കണ്ട. ഇടയെ രക്ഷിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? അവിടെ എനിക്ക് ഒരു കാതോ ഒരു 2 കാലോ സിംഹത്തിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ എന്നവിടെ എഴുതിയിരിക്കുന്നത്. വലിച്ചെടുക്കുന്നത് പോലെ നിന്നെ ദൈവം രക്ഷിക്കും. അപ്പൊ ഈ പിടിച്ചോണ്ട് പോകുന്നുള്ള വലിയൊരു പ്രശ്നമാണ്, ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നത്. അപ്പൊ ഈ പിടിച്ചോണ്ട് പോകുമ്പോ ഇടയെ രക്ഷിക്കുന്നേ പഴയ കാലത്ത് അമ്പായിരുന്നു കഴിക്കുന്നത്. ആമോസ് ഇടയനായിരുന്നു. ആമോസിന്റെ കയ്യിൽ ഈ അമ്പും വിറ്റുമായിരിക്കുന്നത്. അപ്പൊ ഈ വടിയിൽ കോഴി ഇയാൾ താഴെ വയ്ക്കും. അത് ആടിന് ചെറിയ അരി കൊടുക്കാനും ആടിനെ തെറ്റാനും. ഈ ആടിനെ പിടിച്ചോണ്ട് പോകുമ്പോ എന്ത് ചെയ്യാൻ വടിയിൽ കോഴി താഴെ വെച്ചിട്ട് പെട്ടെന്ന് ഒരു അമ്പ് വലിച്ചു വരും. അമ്പ് വലിച്ചു ഒരു ബില്ലിനകത്തോട്ട് വെച്ചിട്ട് ഒരൊറ്റ എയ്ത്ത് ഇവിടെ ഒരു ഭാഗമുണ്ട്, ഇവിടെ ഒരു മർമ്മം, ഇങ്ങനെ ഒരു സിംഹത്തിന്റെ ഇങ്ങനെ കടിച്ചു. അപ്പൊ ഓർക്കണം, സിംഹം ഈ ആടിനെ കടിച്ചു പിടിച്ചിരിക്കുന്നതിന് കൃത്യം ഇവിടെ പോകും. അവിടെ കൊള്ളുമ്പോ ഈ ദൂരെ നിന്ന് കറക്റ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് കഴിയുമ്പോ അറിയാതെ സിംഹം സിംഹം വാ നോക്കും, ആട് താഴെ വരും. അപ്പോഴത്തേക്ക് പക്ഷെ ഇതിനെ ജീവിക്കും. കാരണം എന്ന് വെച്ചാൽ സിംഹം ജീവനോടെ കൊണ്ട് കൂട്ടിവരെ, അതായത് ബാലസിംഹത്തിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോ ജീവനോടെ കൊണ്ടുപോകണം, ഇത് ജീവിക്കും. പക്ഷെ അർത്ഥപ്രാണം എന്ന് പറയുന്ന സ്ഥിതിയിലായിരിക്കും. ഈ അപ്പൊ ഇടയെ ഓടിച്ചെന്ന് അതിന്റെ കാലെ പിടിച്ചെടുത്ത് പൊക്കി പിന്നെ ഇടയന്റെ കൂടെയായിരിക്കും കുറെ ദിവസം പരിപാലിച്ച് ഇടയന്റെ കൂടെയായിരിക്കും ഈ ആടിനെ നടത്തുന്നത്. അപ്പൊ ഈ ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഈ വാസപ്രാർത്ഥനയ്ക്ക് ചിന്തിച്ച ഭാഗം. ഒന്നൊറ്റ മിനിറ്റോട് ഞാൻ റിപ്പീറ്റ് ചെയ്തതേ ഉള്ളൂ. ഇതാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തില് അതുപോലെ അപ്പം പിശാചിനെ ഇങ്ങനെ ആക്രമിക്കാം, ഏതെങ്കിലും തരത്തിലൊക്കെ നമ്മളെ പിടിക്കാം. അത് ആ വാക്യമാണ് സങ്കീർത്തനം നമ്മൾ വായിച്ചത്. സങ്കീർത്തനം 1-ാമത്തെ വാക്യം, യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരം വരുമാറാകട്ടെ. കഷ്ടകാലം ഉണ്ടപ്പോ അല്ലെ? അപ്പൊ ഒരു കഷ്ടകാലമുണ്ട്, ഒരു വേദനയുണ്ട്. അതൊരു സിംഹത്തിന്റെ പോലെ ഒരു സൈലന്റ് പീരീഡ്. ഇര തേടിപ്പോകുന്ന മുമ്പേ പറഞ്ഞ പോലെ ഈ ഇര കിട്ടുന്ന സമയം, ആ ഇര കിട്ടുന്ന സമയം, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്ന സമയം, ഇങ്ങനെ ഒരു പീരീഡ് നമുക്കുണ്ട്. ഒരു കഷ്ടകാലമുണ്ട്. ഏതെങ്കിലും കാരണവശാൽ സിംഹത്തിന്റെ കയ്യിൽ അകപ്പെട്ട് പോകാൻ സാധ്യതയുള്ള ഒരു കഷ്ടകാലമുണ്ട്. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. ഇതാണ് സങ്കീർത്തനം. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. ഇനി ഞാൻ സന്ദേശത്തിലേക്ക് വരിക. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 9-ന്റെ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ യഹോവ നിന്നെ നടും. വായിക്കണ്ട, ഏറ്റവും അവസാനം വരികയാണ്. യഹോവ നിന്നെ നടും, ആ ദേശത്ത് നിന്ന് പറിച്ചെടുക്കാതെ അവിടെ നട്ട് നിന്നെ വർദ്ധിപ്പിക്കും, ആ ദേശത്ത് വർദ്ധിപ്പിക്കും. ഇതാണ് ഏറ്റവും അവസാനത്തെ ഭാഗം. അപ്പൊ ആമോസ് എന്ന് പറയുന്ന പ്രവാചകൻ ഒരു നമ്മുടെ ഈ ചർച്ചിലൊക്കെ കാണുന്ന സോക്കോൾഡ് ഒരു സോഫ്റ്റ് കോർണർ പ്രവാചകനല്ല, ഒരു എന്താ പറയുന്നത് വാളിന്റെ പ്രവാചകൻ അറിയപ്പെടുന്നത്. അപ്പൊ ആമോസിനോട് 7-ാം അധ്യായത്തിൽ പറഞ്ഞു, അമസ്യാവ് എന്ന് പറയുന്ന അവിടുത്തെ സോക്കോൾഡ് പ്രവാചകൻ പറഞ്ഞു, എടോ പ്രവാചക എന്ന് വായിച്ച് 7-13 വേഗത്തിൽ എടോ പ്രവാചക, എടോ ദർശക. എന്നാൽ ആമോസിനോട് അമസ്യാവ്, എടോ ദർശക, യെഹൂദാദേശത്തേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക. ബേഥേലിലോ ഇനി പ്രവചിക്കരുത്, അത് രാജാവിന്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമല്ലോ എന്ന് പറഞ്ഞു. അതിന് ആമോസ് അമസ്യാവോട്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിമഴ പെറുക്കുന്നവനുമല്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. ഈ പ്രവാചകന് ഒരു ഹിസ്റ്ററി ഉണ്ട്. ഈ പ്രവാചക ഹിസ്റ്ററി അതിൽ തൊട്ടുതാഴെ എഴുതിക്കുന്നത് ഞാൻ വായിക്കുന്നില്ല, പെട്ടെന്ന് പറയാം. ജസ്റ്റ് ഞാൻ ഓടിപ്പോയ ഭാഗമാണ്. അപ്പൊ ഈ ആടിനെ തീറ്റിക്കൊണ്ട് നിന്നിർത്തിന്ന് ദൈവം തമ്പുരാൻ പിടിച്ചോണ്ട് വന്നതല്ലേ? പുള്ളിക്കൊരു താല്പര്യമില്ല. ഈ ആമോസ് പറയുന്ന പുള്ളിക്കും താല്പര്യമില്ല, പുള്ളിയുടെ അപ്പനാമയ്ക്കും താല്പര്യമില്ല, ആ ഒരു പ്രവാചകനെ കണ്ടിട്ടുമില്ല, പ്രവാചക ശിഷ്യനുമല്ല. പക്ഷെ ആടിനെ മേടിച്ചുകൊണ്ട് നിന്നിർത്തി പിടിച്ചോണ്ട് വന്ന ജോലി എന്നറിയോ? കാട്ടത്തിപ്പഴം പെറുക്കുന്നവരും ഇടയനുമായിരുന്നു. അവിടെ നിന്ന് പിടിച്ചോണ്ട് വന്നപ്പോ പുള്ളി ഭയങ്കര പ്രവചനമാണ്. ബഥേലിന്റെ ഒരു പ്രശ്നമുണ്ട്. അവിടെ പൂജാരി ജീവിച്ചിരിക്കുക. ഈ 2 രാജ്യമായിപ്പോയി. ശലോമോന്റെ കാലം കഴിഞ്ഞപ്പോൾ 2 രാജ്യമായിപ്പോയി. ഒന്ന് യരോബെയാമിന്റെ, രഹബെയാമിന്റെ, അങ്ങനെ 2 രാജ്യമായിപ്പോയി. അപ്പൊ ഈ യരോബെയാമിന്റെ രാജ്യത്തിൽ നിന്ന് യെരൂശലേം ദേവാലയത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ബഥേലില് ഒരു പൂജാരി ജീവിച്ചു. അപ്പൊ പൂജാരിയിലേക്ക് ചെന്നുകൊണ്ടിരുന്നപ്പോ അവിടെ ഒരു പുരോഹിതനുണ്ട്, അമസ്യാവ്. അപ്പൊ അമസ്യാവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അമസ്യാവിന് അവിടുത്തെ അസോക്കോട് പ്രവാചകൻ, അവിടുത്തെ പുരോഹിതൻ, ഒഫീഷ്യൽ പ്രവാചകൻ അമസ്യാവ് പറഞ്ഞു, അമസ്യാവ് ഇവിടെ ഈ ആമോസ് എന്ന് പറയുന്ന ആളോട് പറയുകയാണ്, എടോ ദർശക, നീ ഇവിടെ പ്രവചിക്കണ്ട, നീ പൊക്കോ,
യഹൂദ ദേശത്ത് എന്ന് പ്രവചിക്കാൻ പറയുകയാണ്. അപ്പൊ ഇയാളുടെ ഹിസ്റ്ററി ആയിട്ട് പറയുകയാണ്, ഞാനൊരു പ്രവാചകനും ശിഷ്യനുമല്ല, കാട്ടത്തിപ്പഴം വെറുക്കുന്നവനും ഇടയനുമായിരുന്നു. ഇന്ന് നമ്മുടെ പലരുടെയും ഹിസ്റ്ററി ഏതാ? എന്റെ ഹിസ്റ്ററി ഏതാ? എന്റെ ബാക്ക്ഗ്രൗണ്ട് ഏതാ? എന്റെ ബയോഗ്രഫി ഏതാ? നമ്മുടെ പലരുടെയും ഹിസ്റ്ററി ഏതാ? ഇതാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇതാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇതാ തെരഞ്ഞെടുപ്പ്. നമ്മുടെ ക്വാളിറ്റി കൊണ്ടല്ല, നമ്മളെ ആ ആടിനെ തിരിച്ചുകൊണ്ടിരുന്നപ്പോ, കാട്ടത്തിപ്പഴം പെറുകിക്കൊണ്ടിരുന്നപ്പോ, നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോ, നമ്മൾ ആ നടന്ന ഇടത്തില്, നമ്മൾ നടന്ന കുടുംബത്തില്, നമ്മൾ ഇരുന്ന ഇടത്തില് മറ്റുള്ളവരെ തള്ളിയിട്ട് കർത്താവിന് തോന്നി നിന്നെ കൊള്ളാം. കർത്താവിന് തോന്നി അവന്റെ ആലയത്തിൽ വിളിച്ച് ആരാധിക്കുന്ന ദൈവമാണ് ഇവരെ കൊള്ളാമെന്ന് തോന്നിയിട്ട് ഇതിന്റെ പേര നിന്നെ മാത്രം അവൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ഹിസ്റ്ററി മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത വേദഭാഗത്തേക്ക് വരാൻ. അപ്പൊ ഈ പുള്ളിക്ക് ഒരു കഷ്ടതയുണ്ടായി. പുള്ളിയോട് പറഞ്ഞു അവസ്ഥയാവുന്ന പ്രശ്നം. യെരോബെയാമിന്റെ നാട്ടില് അവിടെ വേറെ പ്രശ്നം, ആളുകൊണ്ട് വീഴുന്ന പറയുന്ന പ്രശ്നം, ഇങ്ങനെ രാജ്യത്താകെ പല പ്രശ്നം. അപ്പൊ ഈ വാക്യം മനസ്സിൽ വെച്ചിട്ട് അന്ന് പറഞ്ഞു 1-2 അധ്യായങ്ങൾ മറ്റുള്ള രാജ്യത്തോടാണ്, 3 തൊട്ടാണ് ഇസ്രായേൽ ജനത്തോട് പറയുന്നത്. 3, 4, 5, 6, 7 ഇസ്രായേൽ ജനത്തോടാണ്. 8 തൊട്ടുള്ള വാക്യങ്ങൾ അവരുടെ പുനരുദ്ധാരണമാണ്. 9-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 11 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ റെസ്റ്റോറേഷൻ ആണ്. റെസ്റ്റോറേഷൻ പുനരുദ്ധാരണം ആണ് ചെയ്യുന്നത്. അത്ര മനസ്സിലാക്കാം. എന്നിട്ട് ഈ ഇസ്രായേൽ ജനത്തോടാണ് പ്രവാചകൻ പ്രവചിക്കുന്നത്. അപ്പൊ ഇവരുടെ കഷ്ടതയെ കൂടെ പോയി, വേദനയെ കൂടെ പോയി, ബുദ്ധിമുട്ടി കൂടെ പോയി. ഇതാണ് ഇന്ന് പറയാൻ പോകുന്ന സന്ദേശം. ഇനി ഒരു 30 മിനിറ്റ് 20 മിനിറ്റ് അല്ല 30 മിനിറ്റ് ആ 30 മിനിറ്റ് വേഗം അത് പറയാം. ഈ സന്ദേശം വളരെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ കേട്ടിരിക്കണം. പറയാൻ പോകുന്ന സന്ദേശം, ദൈവ പൈതലിന് എന്തുകൊണ്ട് വേദന ഉണ്ടാകുന്നു, എന്തുകൊണ്ട് കഷ്ടത ഉണ്ടാകുന്നു. Why the sufferings in the life of the believers? ദൈവ പൈതലിന്, ഒരു വിശ്വാസിക്ക് എന്തുകൊണ്ട് വേദന ഉണ്ടാകുന്നു, കഷ്ടത ഉണ്ടാകുന്നു. 9 റീസൺസ് തിരുവചനത്തിൽ കാണാം. 9 കാര്യമുണ്ട് ദൈവ പൈതലിന് വേദന ഉണ്ടാകാൻ. 9 കാര്യമുണ്ട്. എന്റെ സന്ദേശം കഴിയുമ്പോൾ, ഈ മെസ്സേജ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിലോരെണ്ണം ഏതിലാണെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അതിന്റെ പ്രതിവിധി ഒരൊറ്റ വാക്കിൽ പറയുകയും ചെയ്യാം. അപ്പൊ കഷ്ടതയുണ്ട് എന്നുള്ള സത്യമാണ്. ഇത് 2 പ്രശ്നമുണ്ട്. ദൈവ പൈതലാണോ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, ദുഷ്ടനാണോ അനർത്ഥങ്ങൾ ഒറ്റ പ്രാവശ്യം ഉണ്ടാകും. ഇതാണ് ജോസ്റ്റാങ്ങൾ ദൈവവേദനാണെങ്കിൽ ഇന്നൊരു വേദന, ഇന്ന് നെഞ്ചിന് വേദന, നാളെ കൈക്ക് വേദന, അടുത്ത ദിവസം അടുത്ത പ്രശ്നം. ദൈവവേദനാണെങ്കിൽ ദൈവവേദനല്ലാതെ ദൈവത്തെ ഭയമില്ലാതിരിക്കുന്ന ആളാണ് ദുഷ്പ്രവർത്തിക്കാതെ നാളെ മുഷീവ, അവർക്കൊട്ടും വേദനയില്ലല്ലോ എന്താ പറയുക. അപ്പൊ ദൈവവേദന അല്ലെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാകുന്നുള്ളൂ, തീരുമാനിക്കും. മറ്റേ മുത്തൂറ്റ് പോളജാണെന്ന് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ആത്മഹത്യ ചെയ്താണോ തള്ളിയിട്ടാണോ കൊന്നാണെന്നൊക്കെ പറയുന്നത്. ഒരു കപ്പൽ ജോലി പോലെ മനുഷ്യൻ ഒറ്റ പ്രാവശ്യം ഉണ്ടാകത്തുള്ളൂ, അത് അവസാനം. അവർ രണ്ടുപേരെ മരം വെച്ചിട്ട് പറയുന്നുണ്ട്, പുല്ല് പോലെയാണ് ദുഷ്ടൻ മുളയ്ക്കുന്നത്, പിന്നെ പോകുമ്പോൾ അതിനെ അവിടെ കാണില്ല. പക്ഷെ നീതിമാൻ തനിക്കുന്നത് പന പോലെയാണ്. ഇങ്ങോട്ട് വന്ന് നമ്മൾ ആലോചിച്ച് നോക്കി, വീട്ടിലേക്ക് വന്നപ്പം ചെറുതായിട്ട് വാടക വീട്, അത്യാവശ്യം ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നുപോയി, പിന്നെ ജോലി മാറി കിട്ടി, പിന്നെ മിനിസ്റ്ററി കിട്ടി, പിന്നെ കിട്ടി, ഇങ്ങനെയല്ലേ വളരെ. ഇതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. പക്ഷെ ദുഷ്ടനാണെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ കപ്പൽ ജോലിയെ പോലെ എവിടുന്നോ ഇവിടുന്നൊക്കെ ആ എണ്ണയൊക്കെ കൊണ്ടുവന്ന് കപ്പലിൽ കൊണ്ടുവന്നു ഒരൊറ്റ വളർച്ചയായിരുന്നു. തീർന്നതോ ഒറ്റ ദിവസം കൊണ്ട് തീർന്നു. ഇതാണ് വ്യത്യാസം. അപ്പൊ നീതിമാന് ദൈവജനത്തിന് ഒരു കഷ്ടതയുണ്ട്. കഷ്ടതയ്ക്ക് 9 കാര്യങ്ങളുണ്ട്, 9 റീസൺസ് ഉണ്ട്. ഇനി 2 വാക്യം അതിന് മുമ്പ് ഞാൻ പറയാം, ബാക്കി മാത്രമേ പറയുന്നുള്ളൂ. യോഹന്നാൻ സുവിശേഷം 16-33 വാക്യം ഞാൻ പറയാം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. 1-ാമത്തെ വചനം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ ലോകത്തെ ജയിച്ചൊരുവൻ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അവൻ വിളിക്കുക. ഇപ്പൊ ഒരു നദി നീന്തി കിടക്കാൻ പോവുകയാണെങ്കിലേ, ഒരു നദി നീന്തി കിടക്കണമെങ്കിൽ നീന്തൽ അറിയാവുന്ന അറിയാം, എനിക്കറിയാം. അപ്പൊ നദി നീന്തി കിടക്കുക, ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ഇവിടെ നീന്താനായിട്ട് പോയി. നീന്താനായിട്ട് വെള്ളം കിടക്കുമ്പോൾ ഒരു മരമൊക്കെ വീട് കിടക്കുക, പാറയൊക്കെയാ. അപ്പോൾ എനിക്ക് അത്ര നീന്താൻ അറിയത്തില്ല, ചെറുതായിട്ട് കേൾക്കുള്ളൂ. ശിവുവിനാണെങ്കിൽ അറിയാം അല്ലെ. അപ്പൊ ഞാനുണ്ടല്ലോ ഇങ്ങനെ നോക്കുമ്പോണ്ടല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട് മുങ്ങിപ്പോയ കഥ, അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോണ്ടല്ലോ ഇപ്പം ഞാൻ മാറി നിൽക്കും, റെഡി ഒന്ന് നീന്തി കാണിക്കാവോ, കാരണം ഇവിടെ കല്ലുണ്ടോ, ഇവിടെ നമ്മുടെ തല ഇടിക്കുവോ, കൈയും കാലും ഇട്ടടിക്കുമ്പോ നമ്മുടെ മരത്തി വല്ലതും അടിക്കുവോ എന്ന് പേടിച്ചിട്ട് ഞാൻ റെനിയോട് പറയും, റെനി ആദ്യം ഒന്ന് നീന്തിക്കെന്ന് പറയും. റെനി നീന്തി അക്കരെ കയറിയിട്ട് റെനി എന്നിട്ട് പറയും, ഒരു കുഴപ്പമില്ല മാസ്റ്റേ, നീന്തി പോരാ, ഞാൻ ഇത് കയറി എത്തിയെന്ന് പറയും. അപ്പൊ നമുക്ക് ധൈര്യം കിട്ടും, അല്ലേ ധൈര്യം കിട്ടും. ഇതാണ് എന്ന് ചിന്തിക്കണം. ഒരുവൻ ഇവിടെ നിൽക്കുക, അക്കരെ എത്തിയിട്ട് പറയാം, ലോകത്തിൽ
എന്നിട്ട് നമ്മളോട് പറയാം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവിൻ, ഞാനിത് നീന്തി കടന്നിരിക്കുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവർ, കഷ്ടമുണ്ട്, ധൈര്യപ്പെട്ടു, ഞാൻ കൂടെയുണ്ട്. ഞാനോ ലോകാവസാനത്താണോ എല്ലാ നാളും കൂടിയിരിക്കും. കഷ്ടമുണ്ട്, വേദനയുണ്ട്, പക്ഷേ ഞാൻ കൂടിയിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, പൗലോസ് എന്ന് പറയുന്ന ആൾ യേശുവിന് തൊട്ടു പറയുന്നതാണ്. യേശുവിനോളം വരത്തില്ല, തൊട്ടു പറയും. ആ പുള്ളിക്കാരൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. 1:29 ഫിലിപ്പിയ 1:29 പറയുന്നത്, നമുക്ക് വിശ്വസിക്കാൻ മാത്രമല്ല കഷ്ടം അനുഭവിക്കാനും ഇവിടെ വരം ലഭിച്ചിരിക്കുന്നു. അയ്യോ, അത് ഞാൻ ഇന്നലെ ഒന്ന് വായിച്ചു നോക്കിയില്ലേ, ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോയി. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നേ കർത്താവ് വിശ്വാസം എന്തിനാ? കർത്താവ് എന്റെ രോഗം മാറ്റണേ, വേദന മാറ്റണേ, സങ്കടം മാറ്റണേ, പ്രശ്നം മാറ്റണേ, എന്റെ തലമുറയുടെ ഭാവി എന്നൊക്കെ പറഞ്ഞ ഇത് നമ്മുടെ അങ്ങനല്ലേ? ഈ വിശ്വാസത്തിന് വേണ്ടിയാ യോസേൻ പ്രാർത്ഥിക്കുവോ? അല്ലെങ്കിൽ ഇതേ മോശയെ പ്രാർത്ഥിക്കുവോ? കർത്താവ് എനിക്ക് ചില കഷ്ടം തന്നെ എന്ന് പ്രാർത്ഥിക്കുവോ? യുകെച്ച നമ്മൾ അതിനെ പ്രാർത്ഥിക്കുവോ? പൗലോസിന്റെ ഒരു കാര്യമാണ്. ഞാൻ ആ അർത്ഥം ഇതിങ്ങനെ വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത്. പുള്ളിക്കാരൻ പ്രാർത്ഥിക്കുക, ഇതിന് വിശ്വസിക്കാൻ നമുക്ക് വരവുണ്ട്, നമുക്ക് നന്മ അനുഭവിക്കാൻ. ഈ വരവ യോബിന് കൊടുത്തിരുന്നേ. യോബ് പറയും, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തും. നമുക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, സങ്കടം ഉണ്ടാകുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടു പോവുകയാണ്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഈ പൗലോസ് പറയുന്ന 1:29 ഫിലിപ്പിയ ലേഖനം വിശ്വസിക്കാൻ മാത്രമല്ല, വിശ്വസിക്കുന്ന ഒരു വരം അതെന്റെ കയ്യിലുണ്ട്. മുന്നോട്ട് നടക്കാൻ വിശ്വാസത്തിന്റെ കാഴ്ചയല്ല വിശ്വാസത്താൽ ഇതെന്റെ കയ്യിലുണ്ട്. ഇത് കൂടാതെ ഒരു വരം നമുക്ക് തന്നിരിക്കുക, അത് കഷ്ടം അനുഭവിക്കുക. കഷ്ടം അനുഭവിക്കുമ്പോൾ, വേദനപ്പെടുമ്പോൾ തകർത്തു കളയാനല്ല, നിന്നെ മുടിച്ചു കളയാനല്ല, പടുതെടുക്കാനാണ് കഷ്ടം അനുഭവിക്കാനുള്ള വരം. ഇന്നലെ പറഞ്ഞൊരു വാക്കുകൾ പറയാം, കഷ്ടത സഹിഷ്ണുത. കഷ്ടത എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത ഉണ്ടാകും. സഹിഷ്ണുത സഹിക്കാനുള്ള വരവാണ്. ഓരോ അടി മുന്നോട്ട് കയറാൻ. സഹിഷ്ണുത, സിദ്ധത എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ മോഡിഫിക്കേഷനാണ്. ക്യാരക്ടർ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഞങ്ങളൊരു പാരമ്പര്യം ഇങ്ങനെ താമസിച്ചിരുന്നപ്പോ ഞാനൊരു 6ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്നുണ്ടായിരുന്നു. 6ാം ക്ലാസ് പഠിക്കുമ്പോൾ 1000 വൃത്തം വന്നിട്ട് കണ്ണു കുടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു. അതെ, ഒച്ച വെച്ചപ്പോ പാസ്റ്റേ ഇറങ്ങി വന്നിട്ട് ഒച്ച വെക്കുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത തോന്നി. ഇയാൾ ഇവിടെ ഒച്ച വെക്കുന്നത് ഞാനിട്ട് ദേഷ്യം വരുക. പിന്നെ ഒരു 3-4 പ്രാവശ്യം കേട്ടിരിക്കും, ഇതാ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കും, ഇതാവും. ഇതെന്താ അതിന്റെ കാര്യം എന്താ? നമ്മളിത് എക്സ്പീരിയൻസ് ആകും. ഇതിന്റെ പേരാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. ഒരു വെയിലത്ത് ഇങ്ങനെ വളർന്നു വരുന്നൊരു ചെടി, അതിനിപ്പം 30 ഡിഗ്രി സെൽഷ്യസിലാണ്. 30 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ അത് നല്ല പാകമായിട്ട് വരിക. 30 ഡിഗ്രി എടുത്തിട്ട് മരുഭൂമി കൊണ്ട് 60 ഡിഗ്രിയിലോട്ട് വെച്ചാലോ പോയത് തീർന്നുപോയി അല്ലേ? പക്ഷെ 30 ഡിഗ്രിയെ ഒരു 40 ഡിഗ്രിയിലോട്ട് വെച്ചാൽ ഒന്ന് വാടിയിട്ടൊക്കെ കയറി വരും. ഈ 40 50 വെച്ചാലോ കുഴപ്പമില്ല. 50 60 വെച്ചാലോ. ഇതാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. കഷ്ടത സഹിഷ്ണുത സിദ്ധത. നമ്മുടെ ക്യാരക്ടർ മോഡിഫിക്കേഷൻ മോൾഡ് ചെയ്യും. ആ ക്യാരക്ടർ മോൾഡ് ചെയ്യും. സിദ്ധത പ്രത്യാശ. ആ സിദ്ധതയിൽ നിന്ന് പ്രത്യാശ. ആ പ്രത്യാശയാണ് വിശ്വസിക്കാൻ മാത്രമല്ല കഷ്ടമെടുക്കാൻ. ആ പ്രത്യാശയുടെ ഒരൊറ്റ വാക്ക് പറയാം, ഞാൻ നല്ല ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇനി 9 റിസൾട്ടിലേക്ക് വേഗം വരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലാണ്. ദൈവത്തിന്റെ നാമം മഹിമയ്ക്ക് വേണ്ടി, ദൈവനാമം മഹിമപ്പെടാൻ. ഒന്നാമത്തെ വേഗം പറയും. നിങ്ങൾ ആ ഒരു കമ്പി വാചകം പോലെ വേഗത്തിൽ 9 ദൈവ പൈതലിനെ കഷ്ടമനുഭവിക്കാനുള്ള 9 കാര്യങ്ങൾ വേഗത്തിൽ പറയും. ഒന്നാമത്തെ റീസൺ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഈ ദിനം മരണത്തിലായിട്ടല്ല, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാനത്രേ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാനത്ത് ഇയാൾ മരിക്കണം, ലാസർ മരിക്കണം. യേശുവിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന, യേശുവിന് വേണ്ടി കാത്തിരിക്കുന്ന ലാസർ മരിക്കണോ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാനായിട്ട്? ചില വേദനകൾ അതെ, ആ വിശ്വസിച്ചാൽ മഹത്വം കാണും. താഴെ എഴുതിയിരിക്കുന്ന അവരുടെ ശിഷ്യന്മാർ വിശ്വസിച്ചു. പിന്നെ എഴുതിയിരിക്കുന്നു, ആ ദേശത്തിന്, ആ ബെഥാന്യ എന്ന സ്ഥലം, ബെഥാന്യ എന്ന പേര് മാറ്റി ലാസറിന്റെ പട്ടണം, യേശു ഏൽപ്പിച്ച ലാസറിന്റെ പട്ടണം എന്നാണ് അറിയപ്പെട്ടത്. ചില വേദനകൾ തമ്പുരാൻ തരുന്നത്, ചില കഷ്ടതകൾ തമ്പുരാൻ തരുന്നത് ദൈവനാമം മഹിമപ്പെടാനാകുന്ന ചില കുടുംബങ്ങളിലുള്ള വേദന, ചില കഷ്ടതകൾ ദൈവത്തിന്റെ നാമം മഹിമപ്പെടാനാകുന്ന ഇന്ന് പകലെ ദൈവത്തിലെ ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ. കാനാവിലെ കല്യാണം വീട്ടില് 1-10 എഴുതിയിരിക്കുക, 2-10, 10-11 എഴുതിയിരിക്കുക. ഇത് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ഇത് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. യേശു കർത്താവ് മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി ആ വീട്ടുകാരെ കുറിച്ച് ഒരു ടെൻഷനേ. അതൊന്നും ഒന്നാം വീട്ടിലൊന്നും എന്നാൽ ആ വീട്ടിൽ ഉൾമുറിയില്ലേ, അന്നത്തെ പകല് ആ വീട്ടിൽ ഉൾമുറിയില് അപ്പൻ ഇങ്ങനെ താഴ്ത്തി കൈ കുടിച്ചിട്ടിരിക്കുന്നു, അമ്മ ഇത് ഇപ്പുറത്തിരിക്കുന്നു. ആ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ, ആ ചെറുക്കൻ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല, വീതി തീർന്നു പോയാൽ തീർന്നു.
ആ കുടുംബത്തിന് ഉള്ള അസ്വസ്ഥത പോയി. ഇങ്ങനെ നാണക്കേടായി പരസ്യബോധമായിരിക്കാൻ വേണ്ടി ടെൻഷൻ അടിച്ച് മടുപ്പ് വന്നു. ടെൻഷൻ അടിച്ച് ആ ഒരു ദിവസം ആൾക്കാർ വന്നിട്ട് പറയും ഒരു പരിഹാരം വീഞ്ഞില്ല, പരിപാടി ചോദിക്കുക വീഞ്ഞില്ല, എന്താ ചെയ്യണ്ടേ? ഇയാൾ എന്ത് പറയാനാ? ഈ 90 ദിവസങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന വീഞ്ഞ് എങ്ങനെ ഉണ്ടാക്കും? അന്നത്തെ ടെൻഷൻ ചിലപ്പോൾ ആ മുമ്പേ പറഞ്ഞ പോലെ ഇരകി താമസം എത്രയാണെന്ന് അറിയത്തില്ല, പക്ഷെ ടെൻഷനായിരുന്നു. അപ്പനും അമ്മയും മക്കളും കൂടെ കൂടി ഇനി പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു ടെൻഷൻ. കുറെ നേരം ആ ടെൻഷൻ എടുത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വിരുന്നുകാരി വിളിച്ചിട്ട് ചോദിക്കുക, അതെ നീ നല്ല ഇതുവരെ സൂക്ഷിച്ചു വെച്ചിരുന്നോ? എല്ലാവരും ചെയ്യുന്ന വ്യത്യാസമായിട്ട് നല്ലത് സൂക്ഷിച്ചു വെച്ചിരുന്നോ? താഴെ എഴുതിയിരിക്കുന്നു, കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് അവൻ ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. മഹത്വം യേശു ഒറ്റ കാര്യം യേശുവിനെ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ യേശുവിനെ ശിഷ്യന്മാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ യേശുവിനെ വിളിച്ചിരിക്കുന്ന കുടുംബമേ, യേശുവിനെ വിളിച്ചിരിക്കുന്ന വ്യക്തിയെ, കർത്താവിനെ വിളിച്ചിരിക്കുന്ന വ്യക്തിയെ, നിന്റെ ജീവിതത്തിൽ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ, ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെന്നേക്ക് വല്ല, ഒരു സൈലൻസ് ഉണ്ടെങ്കിൽ അതെന്നേക്ക് വല്ല, മറിച്ച് അല്പം നേരത്തേക്ക് അത് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഒന്ന്, ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. ഒന്നാമത്തേത് കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. രണ്ടാമത്തേത് ഗലാത്യലേഖനം 6:7-8 വാക്യങ്ങളിൽ അവിടെ എഴുതിയിട്ടുണ്ട്, വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്യും, വിതയ്ക്കുന്നത് തന്നെ നിങ്ങൾ കൊയ്യും. ലോകമായി വിതയ്ക്കുന്നത് ലോകമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നത് ധാരാളമായി കൊയ്യും. രണ്ടാമത്തെ കാര്യം എന്താ? നമ്മളാണെങ്കിൽ മാങ്ങയുടെ സീഡ് വെച്ചിട്ട് തേങ്ങ പറിക്കാൻ നോക്കുമോ? തേങ്ങ പറിക്കാൻ നോക്കുമോ? തേങ്ങ നട്ടിട്ട് മാങ്ങ പറിക്കാൻ നോക്കുമോ? കിട്ടില്ല. എന്ത് നടുന്നോ അതേ നമുക്ക് കിട്ടും. ഏത് ഫലം, ഏത് സീഡ് നടുന്നോ അത് നമുക്ക് കിട്ടും. എന്ത് വിതയ്ക്കുന്നോ അത് നമുക്ക് കൊയ്യും. ഏത് വിതയ്ക്കുന്നോ, കണ്ണുനീരോടെ വിതച്ചോ ആർപ്പോടെ കൊയ്യും. വചനം വിതച്ചാൽ ആത്മാക്കളെ കൊയ്യും. സമാധാനം വിതച്ചാൽ രീതിയിൽ സമാധാനം കൊയ്യും. പാപം വിതച്ചാൽ മരണം കൊയ്യും. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അപ്പൊ നമ്മൾ എന്ത് വിതയ്ക്കുന്നോ വിതയ്ക്കുന്നതേ കൊയ്യുകയുള്ളൂ. ദൈവം ക്ഷമിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. 53-ാമത്തെ സങ്കീർത്തനം വായിക്കുന്നത് ഞാൻ പറഞ്ഞോളാം. 53-ാമത്തെ സങ്കീർത്തനം പറയുന്നു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു, എന്റെ ആത്മാവിനെ നിൽക്കലേ രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദാവീദ് പ്രാർത്ഥിച്ചില്ല. ദാവീദ് പ്രാർത്ഥിച്ചു, പാപം ക്ഷമിച്ചോ, പാപം ക്ഷമിച്ചോ, ക്ഷമിച്ചോണ്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു, പാപം ക്ഷമിച്ചു. പാപം ക്ഷമിച്ചെങ്കിലും ഒരു ചെറിയ പ്രശ്നമായിരുന്നു. ഈ ദാവീദ് വിതച്ചല്ലാതെയോ, ദാവീദ് ഇങ്ങനെ മട്ടിപ്പാറി കയറി നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു സ്ത്രീ കുളിക്കുക, പേര് ബേർശേബ. അവര് ഊരിയാവ് എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യയാണ്. ആ ബേർശേബയെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നല്ല, കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഊരിയാവിനെ കൊണ്ടു കളഞ്ഞു. ഊരിയാവിനെ യോബാവ് എന്ന് പറയുന്നത് തന്റെ അംഗരക്ഷകനെ കൊണ്ട് ഈ ചെറുക്കനെ, പാവപ്പെട്ട പട്ടാളക്കാരനെ കൊന്നു കളഞ്ഞപ്പോൾ ഈ സ്ത്രീയെ എടുത്ത് തന്റെ ഭാര്യയാക്കി. നമ്മൾ പുറമെ നോക്കിയേ, പുറത്തേക്ക് നോക്കിയാ എന്നാ നല്ല പരിപാടി കാണിച്ചത് അല്ലെ? നോക്കി നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ, അന്ന് ബഹുമാനത്തെ നിലയിലുള്ള കാലമാണ്, കൂടെ ഉള്ള പട്ടാളക്കാരൻ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ, സ്വന്തം ഭാര്യ രാജാവ് എടുത്തു. ഇതുപോലെ ഒരു രാജാവ് ലോകത്തിലുണ്ട്, എല്ലാവരും വന്നു. പക്ഷെ പ്രവാചകൻ നീതൻ വന്നു, നാദം വന്നിട്ട് പറഞ്ഞു, ഇല്ല തെറ്റിപ്പോയി, നിനക്ക് തെറ്റിപ്പോയി, നീയാണ് ആ മനുഷ്യൻ. ആടിനെ കൊണ്ട് എക്സാമ്പിൾ പറഞ്ഞിട്ട് നീയാണ് ആ മനുഷ്യൻ പറഞ്ഞെന്താണെന്നറിയാമോ? കർത്താവേ, അവിടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് 53-ാം സങ്കീർത്തനം. കർത്താവേ, എന്റെ രക്ഷയുടെ സന്തോഷം തിരികെ എടുക്കരുത്. ദാവീദ് പ്രാർത്ഥിച്ചു. ദാവീദിന്റെ കുറ്റം ക്ഷമിച്ചു. അതുകൊണ്ടാണ് അപ്പോൾ നീ എന്റെ പാപത്തിന് കുറ്റം ക്ഷമിച്ചു. പക്ഷെ ഒരു പ്രശ്നമുണ്ടായി. തലമുറ മരിച്ചു. കൊച്ചിനു വേണ്ടി പ്രാർത്ഥിച്ചു, കൊച്ചു മരിച്ചുപോയി. ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു, കുഞ്ഞ് മരിച്ചു. മറ്റൊരു കാര്യം കൂടി ഉണ്ടായി. ഇത് നമുക്ക് പ്രിയരെ, നമ്മൾ ഇത് ഇങ്ങനെ അറിയുമ്പോൾ എന്തുകൊണ്ടാണ് വിശ്വാസ ജീവിതത്തിൽ വേദന? ആ തലമുറ ഇദ്ദേഹത്തിന്റെ കുറ്റം ക്ഷമിച്ചു, അദ്ദേഹത്തിന് റോൾ ഉണ്ടായിരുന്നു, പക്ഷെ ആ കുഞ്ഞ് മരിച്ചുപോയി. 2, ഭൂമിയിൽ ഇന്ന് വരെ സംഭവിക്കാത്ത, ഈ വേദപുസ്തകം ഞാൻ മൊത്തത്തിൽ നോക്കിയിട്ട് ഇന്ന് വരെ സംഭവിക്കാത്ത ഒരു സംഭവം സംഭവിച്ചു. എന്താ പറ്റിയെന്നറിയാമോ? ഈ മകൻ, ആ ദൈവം ഒരു ഒറ്റ കാര്യം പറഞ്ഞു, നീ അത് അന്ധകാരത്തിൽ ഇരുട്ടിനകത്ത് ഒരാൾ പോലും കാണാൻ ചെയ്തു. നിന്റെ മകൻ അത് വെളിച്ചത്തിൽ സൂര്യപ്രകാശത്തിൽ ചെയ്യും. ഒരിക്കൽ അബ്സാലോം രാജ്യം പിടിച്ചടക്കിയപ്പോൾ ദാവീദിന്റെ അപ്പന്റെ ഭാര്യമാരെ പരസ്യമായിട്ട് സൂര്യന്റെ പ്രകാശത്തില് അപ്പന്റെ ഭാര്യമാരെ മനസ്സിലാക്കി. അബ്സാലോം എന്ന് പറയുന്ന മകൾ പറഞ്ഞു, ഇവിടെ പുതിയ നിയമത്തില് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എന്താ വിതയ്ക്കുന്നത് അത് കൊയ്യും. വചനം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇന്ന് ദൈവത്തിലെ റീസണുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന റീസണുണ്ട്, നമ്മൾ ചെയ്യുന്നതിന് കാര്യമുണ്ട്, ദൈവത്തിന്റെ ജീവിതത്തിന് വേദനയുണ്ട്. രണ്ടാമത്തെ റീസൺ സമയക്കുറവുണ്ട്. ഞാൻ അടുത്തതിലേക്ക് കടന്നു പോവുകയാണ്. 3,
ഒന്നാമത്തേത് പറഞ്ഞു, രണ്ടാമത്തേത് ഒന്നാമത്തേത് നമ്മൾ കണ്ടു, ദൈവനാമത്തിന്റെ മഹത്വം. രണ്ടാമത്തേത് പറഞ്ഞു വിതയ്ക്കുന്നത് കൊയ്യും. മൂന്നാമത്തേത് ദൈവം അനുവദിച്ചിട്ട് പരിശോധന. ദൈവം അനുവദിച്ചിട്ട് പരിശോധന. യോബിന്റെ പുസ്തകം 1:12 അവിടെ എഴുതിയിട്ടുണ്ട്, സാത്താൻ യോബ് വിളിക്കുക. സാത്താൻ യോബ് വിളിക്കുമ്പോൾ സാത്താനും ദൈവമായിട്ട് കോമ്പറ്റീഷൻ. സാത്താൻ എന്നിട്ട് പറഞ്ഞു യോബിനെ സാത്താന് വിട്ടുകൊടുക്കുക. യോബിനെ പിശാച് വിട്ടുകൊടുത്തു. ആരെ വിട്ടുകൊടുത്തേ? ദൈവം തമ്പുരാൻ വിട്ടുകൊടുത്തു. ദൈവം തമ്പുരാൻ വിട്ടുകൊടുത്തു. പക്ഷെ പത്രോസിനെ കൊടുത്തില്ല. കൊടുത്തത് ഒരു പരീക്ഷയായിരുന്നു. ഞാൻ പലപ്പോഴും ചോദിച്ചത് എന്നെ കൊടുത്തെങ്കിൽ തീർന്നായിരുന്നു. പത്രോസിനെ കൊടുക്കട്ടെ, വേണമെന്ന് പറയാൻ പിശാച് പലവട്ടം പറഞ്ഞു. കൊടുത്തെങ്കിൽ പാറ്റി ദൂരെ കളഞ്ഞു. നമ്മളെ ഒന്നും അങ്ങനെ ആക്കുന്നില്ല. നമ്മളെ ഒന്നും അങ്ങനെ ആക്കിയെടുക്കാത്ത എന്നറിയോ? നമ്മളെ അങ്ങനെ ആക്കാത്തതിന്റെ കാര്യം എന്നറിയോ? നമ്മളെ കൊടുക്കത്തില്ല. നമ്മളെ കൊടുക്കുന്നത് പരീക്ഷ എത്ര വരെ ചെയ്യാമെന്ന് കൃത്യമായി ദൈവം തമ്പുരാൻ അറിയാം. അപ്പൊ മൂന്നാമത്തെ കാര്യം പരീക്ഷ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ യാക്കോബിന്റെ ലേഖനം 1:12 വാക്യത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവരായി തീർന്ന ശേഷം കർത്താവ് ഒരുക്കിയിട്ടുള്ള ജീവകിരീടം, ആ ജീവകിരീടം പ്രാപിക്കും. അപ്പൊ ഇന്ന് ഈ കാര്യങ്ങൾ വേഗം ഓർത്തോളാം. ഞാൻ സമയക്കുറവുകൊണ്ട് ഇനി ഒന്നും റിപ്പീറ്റ് ചെയ്തില്ല. അപ്പൊ ഓർത്തോളം, ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം. ജീവിതത്തിൽ പരീക്ഷയാണ് വരുന്നതെങ്കിൽ, നന്മ ചെയ്തിട്ടും വേദനയാണ് കിട്ടുന്നതെങ്കിൽ, എന്ത് ചെയ്തിട്ടും പരീക്ഷയാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, യോബിനെ പോലെ പരീക്ഷിക്കപ്പെടുന്ന വ്യക്തിയെ നിന്നെ നശിപ്പിക്കാനല്ല യോബ് പറയുന്നു, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഞാൻ പൊന്നുപോലെ തനിത്തമായിട്ട് നിന്നെ മാറ്റിയെടുക്കാൻ ദൈവം നിന്നെ പരീക്ഷയിലൂടെ കടത്തിവിടുകയാണ്. രക്തത്താൽ ജയമെടുക്കുക. യോബിനെ പോലെ പരീക്ഷയിൽ കൂടെ കർത്താവ് കടത്തിവിടുകയാണ്. പക്ഷെ ഒരു ഉറപ്പ്, ഒരു വാർത്തയുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നതിനായി തെരഞ്ഞിട്ട് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ജീവകിരീടം പ്രാപിക്കും. ഫാനി ക്രോസ്ബി എന്ന് പറയുന്ന ഒരു സഹോദരിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഫാനി ക്രോസ്ബി എഴുതിയ ഒരു പാട്ടുണ്ടല്ലോ, നമ്മുടെ വാട്ട് എ ഫെൻഡിങ് ഹാർട്ട് ജീസസ്. നമ്മുടെ പാട്ടിൽ എന്തു നല്ല സജീഷ്, അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷനാണ്. ആ സ്ത്രീ 4-ാമത്തെ വയസ്സിൽ ഓപ്പറേഷൻ ചെയ്തപ്പോൾ രണ്ട് കണ്ണിനെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ജനിച്ചത് അങ്ങനെയല്ലായിരുന്നു. പക്ഷെ ഈ പെണ്ണ് ഒരുപാട് കഷ്ടപ്പെട്ടു. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു, മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. എന്നിട്ട് അവൾ ജീവിച്ചു, കർത്താവിന് വേണ്ടി ജീവിച്ചു. അവൾ മരിച്ചു. 60 വയസ്സിലാകുന്നു അവൾ മരിച്ചു. അവളുടെ ശവക്കല്ലറ എഴുതി വെക്കുന്നു, ഈ സ്ത്രീ പരിമിതികൾക്ക് നടുവില് കർത്താവിന് വേണ്ടി തന്നാലാവോളം ചെയ്തു. അവളുടെ കല്ലറ ഇംഗ്ലണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നു. ഈ സ്ത്രീ, അവളുടെ പേര് ഫാനി ക്രോസ്ബി. ഈ സ്ത്രീ ഇന്ന് നമ്മൾ പറയുന്നു ആ വേദനയിൽ, വാട്ട് എ ഫ്രണ്ട് ഇൻ ഹാർട്ട് ജീസസ്. എന്തു നല്ലോ സതി യേശു. ഭാരം ദുഃഖം വഹിക്കും. ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെടുന്ന ഇടത്ത് ഇന്ന് പകരം ഉറച്ചു പ്രിയരെ, നിന്റെ കൂടെ പരീക്ഷയാവോ? നിന്റെ കൂടെ ദൈവം തമ്പുരാനുണ്ട്. നീ ഒറ്റയ്ക്കല്ല, കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ആ വാക്കിൽ ഉറച്ചേ. എന്തു നല്ലോ സതി യേശു. ഭാരം ദുഃഖം വഹിക്കുന്നവൻ. അടുത്തത് വേഗത്തിൽ വരിക. അടുത്ത പറയാണ് 6-ാം അധ്യായം 6:10 തിമോത്തിയോസ് 6:10 പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് കാരണമാകും. അടുത്ത കാര്യമാണ് വിശ്വാസി. അതിന് തൊട്ട് മേളിൽ എഴുതിയിട്ടുണ്ട്, ധനവാനാകേണ്ടതിന് ബന്ധപ്പെടരുത്, അത് കണിയും കുടുക്കുമായിട്ട് നിന്റെ പുറകെ വരും. നീ അവസാനം ഈ ധനമില്ലാതെ കൂടെ പോകും, നീ സ്വസ്ഥതയില്ലാതെ പോകും. എന്നിട്ട് പറയുകയാണ്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് കാരണമാകുന്നു. ഇത് അടുത്ത റീസണാണ്. പണത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് സകലവിധ ദോഷത്തിന്. പണം വേണം, പണമില്ലാതെ നമുക്ക് വേണം. നമുക്ക് ജീവിക്കാൻ പണം വേണം, നമുക്ക് സാലറി വേണം, നമ്മുടെ കൊച്ചുങ്ങളെ പഠിപ്പിക്കണം, മെഡിക്കൽ ഉണ്ടായാൽ അത് വേണം, നമുക്ക് ഡ്രസ്സ് വേണം, ഇതെല്ലാം വേണം. പക്ഷെ പണമാകരുത് നമ്മുടെ ലക്ഷ്യം. നമ്മളിങ്ങനെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ വാക്ക് പറയുന്നുണ്ടല്ലോ, മുൻപേ രാജ്യവും നീതിയാണ്. അപ്പൊ കാണുന്നത് മുൻപേ ലോകത്തെ ജയിച്ച് അവനെ കണ്ടുകൊണ്ട് ബാക്കിയെല്ലാം നമ്മുടെ ബാക്കി വരും. കവച്ചസ്നസ് ഇംഗ്ലീഷ് പറയുന്ന ആ വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത്, കവച്ചസ്നസ് പറയുന്ന വാക്ക് എഴുതിയിരിക്കുന്നത്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു. അടുത്ത കാര്യം ദൈവപ്രവൃത്തി നമ്മിൽ വെളിപാടാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ വരാം. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ചോദ്യമില്ല. യഹൂദന്മാർ ഒന്ന് ചോദിക്കുക, ഇവൻ പാപം ചെയ്തിട്ടോ, ഇവന്റെ അമ്മയെല്ലാം പാപം ചെയ്തിട്ടോ, ഇവൻ കുരുടനായി ജനിച്ചത്. ഉദ്ദേശം പറയാം, 40 വയസ്സുള്ള ചെറുപ്പക്കാരനെ കൊണ്ടാ വന്നിരിക്കുന്നത്. യേശുവിന്റെ അടുത്ത് ചോദിച്ചു, ഇവൻ പാപം ചെയ്തിട്ടോ? ശിഷ്യന്മാർ ഇവന്റെ അമ്മയെല്ലാം പാപം ചെയ്തിട്ടോ എന്ന് ചോദിക്കുക. മറുപടി എന്താ? ഇവൻ പാപം ചെയ്തിട്ടുമല്ല, ഇവന്റെ അമ്മയെല്ലാം പാപം ചെയ്തിട്ടുമല്ല, പിന്നെ
ദൈവപ്രവൃത്തി ഇവനിൽ വെളിവാകേണ്ടതിനത്രേ. അപ്പം ദൈവപ്രവൃത്തി ഒരുവനിൽ വെളിവാകാൻ വേണ്ടി കഴിഞ്ഞ 40 വർഷമായിട്ട് കണ്ണുകൊട്ടനായിട്ട് തപ്പി തടഞ്ഞ് നടത്തിയ ചിലരൊക്കെ കണ്ണുകൊട്ടനായിട്ട് എങ്ങോട്ട് വഴി എങ്ങോട്ടാണ്, വഴി എങ്ങോട്ട് പോകണം, എങ്ങോട്ടാ മുന്നോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന കർത്താവേ, ഈ നദിക്കടലിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എന്റെ കൂടെ വരാൻ ഒരാളില്ലല്ലോ എന്ന് ഭാരപ്പെടുമ്പോ ഇന്ന് പറയട്ടെ, കർത്താവിനെ വിട്ടിരിക്കുന്നതല്ല, കർത്താവിനെ ഉപേക്ഷിച്ചതല്ല, മറിച്ച് ദൈവപ്രവൃത്തി അത് നിന്നിൽ വെളിവാകേണ്ടതിന്, ദൈവപ്രവൃത്തി നിന്നിൽ വെളിവാകേണ്ടതിന്, ദൈവപ്രവൃത്തി വെളിവാകേണ്ടതിന് ചിലപ്പോൾ ഈ കഷ്ടത വേദന ഉണ്ടായിരുന്നേക്കാം. എന്തുകൊണ്ടാണ് ഒരു ഇതിൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ പറയുന്ന 9 റീസൺസിൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവപ്രവൃത്തി നമുക്ക് വെളിവാകേണ്ടി വന്നാൽ, ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിവാകേണ്ടതായിട്ട് വന്നാൽ ഈ വേദനയിലൂടെ കടന്നു പോയെന്ന് വന്നേക്കാം. എല്ലാ വേദനയും എല്ലാം ഒന്നും പരീക്ഷയല്ല, എല്ലാം വിലയ്ക്കുന്നു പോയില്ല, എല്ലാ വേദനയും വേദനയല്ല, എല്ലാ കഷ്ടതയും ആ ദൈവത്തിന് ശിക്ഷയല്ല. ചിലത് പരീക്ഷയാണ്, ചിലത് ബാലശിക്ഷയാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് ബാലശിക്ഷ എന്ന് പറയുന്നത്. ഇത് നമുക്കൊക്കെ വേണ്ടി ആവശ്യമുണ്ട്, ചെറിയ കുഞ്ഞടിയൊക്കെ തന്നെ ആവശ്യമുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന് 3 തൊട്ട് 15 5 തൊട്ട് 13 വരെയുള്ള വാക്യം എഴുതിയിരിക്കുന്ന കാര്യമുണ്ട്. ബാലശിക്ഷ എന്ന് പറയുന്ന ബാലശിക്ഷ എന്ന് പറയുന്നത് എന്താ അർത്ഥം? കുഞ്ഞുങ്ങളെ തരുന്ന. അവിടെ വാക്കുണ്ട്, ബാലശിക്ഷ കിട്ടാതെ പോയാൽ നിങ്ങൾ കൗലിടയന്മാരാണ്. കൗലിടയന്മാരെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ കൗലിട എന്ന് പറഞ്ഞാൽ ബൈബിളിൽ വാക്യം വയ്ക്കുക. കൗലിട എന്ന് പറഞ്ഞാൽ ഇന്നലെ ആരോട് പറഞ്ഞു നല്ല ഇടയന്മാരല്ലാത്തവരാ കൗലിട എന്ന് പറഞ്ഞു. അവിടെ നിങ്ങൾ ബാലശിക്ഷ കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കൗലിടയന്മാരാണ്. ആ വാക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല, പക്ഷെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്കായിട്ട് ആ വാക്ക് പറയുക ബാസ്റ്റേഡ് എന്ന് പറഞ്ഞാൽ അപ്പനില്ലാതെ ഉണ്ടാകുന്ന മക്കൾ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ വാക്കിന് തത്തുല്യമായ വാക്കിൽ എഴുതാനില്ലാത്തത് കൊണ്ടാണ് ഇവിടെ കൗലിടയന്മാരെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ? അപ്പൻ ശിക്ഷിക്കുന്നത് ബാലശിക്ഷ നൽകി. പണ്ടൊരു ചർച്ച വലിയ പ്രശ്നം നടന്നു, ഭയങ്കര പ്രശ്നം നടന്നപ്പോ ഈ പാസ്റ്ററെ ആ വിശ്വാസികളെ ഭാഷപ്പെടുത്തില്ലേ അപ്പനെ വിളിച്ചു, തലയ്ക്ക് വിളിച്ചു പറഞ്ഞില്ലേ, അങ്ങനെ വിളിച്ചിട്ട് കൗൺസിലിൽ വലിയ പ്രശ്നമായിട്ട് വന്നു. കൗൺസിലിൽ ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ട് വന്നു. അപ്പൊ പുള്ളി കേട്ടിട്ട് പറഞ്ഞു, കൗൺസിലിൽ വന്നപ്പോ പാസ്റ്റർ പറഞ്ഞു, കർത്തദാസന്മാരെ ബൈബിളില്ലാത്തുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചു, ബൈബിളിലുള്ള വാക്ക് എനിക്ക് ഉപയോഗിക്കാവോ? ഉപയോഗിക്കാം. എന്താ നീ പറഞ്ഞേ? അപ്പൊ ഭയങ്കര പ്രശ്നമാണ്. പരാതി പാസ്റ്റർ ചെയ്തേ തെറ്റാ, പാസ്റ്റർ ചെയ്യാൻ വിടും, വിശ്വാസി ഇങ്ങോട്ട് ചെയ്താൽ ശരി, പക്ഷെ പാസ്റ്റർ വിടും. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, കൗലിടയെ വിളിച്ചു. കൗലിടയത്തിന്റെ പുള്ളിക്ക് മനസ്സിലാവില്ല, ഞാൻ മലയാളത്തിൽ കൗലിടയെ വിളിച്ചു. പ്രശ്നം വരില്ലേ? അപ്പോട്ടെ ഞാൻ ഈ അപ്പൻ ശിക്ഷിക്കാത്ത അടുത്ത കാര്യമാണ് ബാലശിക്ഷ എന്ന് പറയുന്നത്. ഈ ബാലശിക്ഷ എന്ന് പറയുന്നത് അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ? നമ്മുടെ ചെറുപ്പത്തിൽ സർവീശ്വാസം പറയുന്നുണ്ട്, വടിയെ സ്നേഹിച്ചിട്ട് കൊച്ചിനെ കല്ലാതെ അവൻ ഭാഷയിലായിരിക്കും. ചോദിക്കുന്ന എല്ലാം മേടിച്ചു കൊടുത്ത് ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടോ നോക്കിയോ അവൻ ഭാഷയിലായിരിക്കും. പണ്ട് കേട്ടിട്ടില്ലേ, ഒരു കൊച്ചിന് ഒരു സങ്കടമില്ലാതെ നടത്തി അവൻ വളർന്നു. അവന് അപ്പം നമ്മുടെ ഇവിടെയാ ഉപയോഗിക്കില്ല അല്ലെ, ഒരു 14 വയസ്സുള്ള ഒരു കൊച്ചെങ്ങാണ്ട് ഗെയിം കളിക്കാൻ പറ്റാത്തതിന് അനുമതിയില്ലേ? നമ്മുടെ റോയിക്ക് അതിനെ കുറിച്ചിട്ടിരുന്നല്ലോ അല്ലേ? അതെ സാർ, ഒരു ഞാൻ വായിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഇതിലൊക്കെ ഉണ്ടായത്, നമ്മുടെ ആ UPFKയുടെ ഇതിലൊക്കെ ഉണ്ടായത്. അപ്പൊ അതിന്റെ ബാക്കിലോട്ട് പഠിച്ചിട്ടാണ് മനസ്സിലായി, കൊച്ചു ചോദിക്കുന്ന എല്ലാം മേടിച്ചു കൊടുത്തു. അവന് അവസാനം 13 വയസ്സായി, അവൻ ഗെയിം കളിക്കാൻ ചോദിച്ചില്ല, അവൻ ആത്മഹത്യ ചെയ്തു. ഇതാ പ്രശ്നം. അപ്പൊ ശിക്ഷിച്ചു വളർത്തുന്നവനാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ബാലശിക്ഷ അനുഭവിക്കാത്ത മക്കൾ എവിടെയുള്ളൂ? ഇനി അടുത്ത 2 കാര്യം കൂടിയുണ്ട്. 2 കാര്യം ഞാൻ വേഗത്തിൽ പറയാം. ഒന്ന്, 8ാമത്തെ കാര്യം, ഏഴാമത്തെ കാര്യം, ഏഴാമത്തെ കാര്യം, ഈ പെർസിക്യൂഷൻസ് ആൻഡ് സ്റ്റെപ്സ് ടു യുവർ ഡെസ്റ്റിനി. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ചവിട്ടുപടി. ഇങ്ങനെ ചവിട്ടിയിട്ടേ കയറാൻ പറ്റുള്ളൂ. ഈ ചവിട്ടുപടികളാണ് വേദന എന്ന് പറയുന്നത്, കഷ്ടത എന്ന് പറയുന്നത് നമ്മുടെ ചവിട്ടുപടികളാണ്. പെർസിക്യൂഷൻസ് ആണ് സ്റ്റെപ്സ് ടു യുവർ ഡെസ്റ്റിനി. ലക്ഷ്യസ്ഥാനത്തേക്ക് പോകണം. നമുക്കൊരു ലക്ഷ്യമുണ്ട്, ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ ചവിട്ടി മുന്നോട്ട് കയറി പോകണം. ആ ചവിട്ടുപടിക്കാണ് വേദന അല്ലെങ്കിൽ കഷ്ടത വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുക. കാണിക്കാം. 39 തൊട്ട് 49 വരെ അധ്യായം ഉൽപ്പത്തി പുസ്തകം പറയുന്ന ഒറ്റ ഒരാളെ കുറിച്ചാണ്, പേര് ജോസഫ്. ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം എന്താ? സഹോദരന്മാരും എല്ലാവരും ഒന്ന് നമസ്കരിക്കുന്ന സ്വപ്നം കണ്ടു. ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. ലക്ഷ്യത്തിലേക്ക് ഇവിടെ നിൽക്കുന്നയാൾ അങ്ങോട്ട് ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. അതായത് ദർശനത്തിൽ അവധി വെച്ചിരിക്കുന്നു, സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, വൈകുന്നേരം ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഇയാള് 1ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പിറ്റ് പൊട്ടക്കിണർ. 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടുന്ന് കയറി രക്ഷപ്പെട്ടെന്ന് രക്ഷപ്പെടുമ്പോൾ മരുഭൂമി. 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മരുഭൂമിയുടെ പൊത്തിപ്പേരുടെ വീട്. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൊത്തിപ്പേരുടെ
കിടക്കുന്നേ? ഇതുവല്ലോ സ്വപ്നത്തിൽ കണ്ടോ? ഇല്ല. വിശ്വാസിയായിട്ട് യോസേഫിനെ ആരൊക്കെ ഒന്ന് പറഞ്ഞു നിത്യതയിൽ എത്തിക്കാന്ന് പറഞ്ഞു. ആ നിത്യത കിട്ടുമല്ലോ വിചാരിച്ചു പീറ്റർ നമ്മൾ നിത്യതയിൽ എത്തുമെന്ന് പറഞ്ഞു. നിത്യതയിൽ എത്താൻ അറിയില്ല. വേദന, കഷ്ടത, അനർത്ഥം, അത് പറയുന്നത് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാ. അപ്പൊ ഇതൊന്നും നേരത്തെ പറഞ്ഞില്ല. പക്ഷെ ഉറപ്പുണ്ട്, സ്വപ്നത്തിൽ എത്തിക്കാം, ദർശനത്തിന്റെ പൂർത്തീകരണത്തിൽ എത്തിക്കാം. നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വേദനയും, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധിയും തളർത്തി കളയുകയല്ല. നീ ചവിട്ടി കയറുമ്പോ ആ കൽപ്പടവുണ്ടല്ലോ, കാല് വേദനിക്കുന്ന കൽപ്പടവുണ്ടല്ലോ, അത് തളർച്ചയല്ല, അത് നിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുകൊണ്ടുള്ള രക്തത്താൽ ജയമെടുക്കുക. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ചവിട്ടി കയറുന്ന ചവിട്ടുപടികളാണ് ഏത്? നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ചവിട്ടി കയറിക്കൊണ്ടിരിക്കുന്ന ഡെസ്റ്റിനിയിലേക്ക്, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ചവിട്ടി കയറിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങളാണ്. ഇന്ന് പകലിൽ ആരാധിക്കുമ്പോൾ മനസ്സിലാകണം, എല്ലാ വേദനയും അതൊരു തള്ളിക്കളയണ്ട. നമ്മുടെ ലക്ഷ്യം ഒരു വേദന വന്നിട്ട് അതിനേക്കാൾ കൂടിയ പൊത്തിഫേറിന്റെ വീട്ടിൽ കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് ഇന്ന് വരെ അനുഭവിക്കാത്ത ജയിലെന്ന് പറയുന്ന വേദന, സ്ത്രീ പീഡനത്തിന് അറസ്റ്റിലായ ഈജിപ്തിലെ നിയമമനുസരിച്ച് ആയുസിൽ പുറത്തു വരുന്നില്ല. കള്ളക്കേസ് ഉണ്ടാക്കിയതാണ്. ഈ കള്ളക്കേസ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ ജോസഫിന്റെ ഈ പൊത്തിഫേറിന്റെ അത് ഈ ഇന്നത്തെ സമൂഹത്തിൽ വലിയ പ്രശ്നമാണ്. അങ്ങനെയുള്ളവരെ പ്രത്യേകം സൂക്ഷിച്ചോണം. ഈ ഏതെങ്കിലും ഉള്ളതുകൊണ്ട് സത്യം, പക്ഷെ അവരെ മാറ്റിക്കോണം. അല്ലാതെ ആ പാസ്റ്റ് പുള്ളിക്കാരൻ മറ്റേ ആ സ്ത്രീ, ഇതാണ് ഒരു പ്രശ്നം. ഇത് വന്നാൽ അവനെ പിന്നെ മിനിസ്ട്രിക്ക് കാണത്തില്ല, അവനെ തളർത്തിക്കളയും. ഇത് നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്. ആ മുടിയമ്പുത്രന്റെ ചേട്ടൻ വരുമ്പോഴേ, മുടിയമ്പുത്രന്റെ വീട്ടിലോട്ട് വരുമ്പോൾ ചേട്ടൻ മാറി നിന്നിട്ട് അവൻ പറയുന്നൊരു വാക്കുണ്ട്. 15 അധ്യായത്തിലോ ലൂക്കോസ് സുവിശേഷം വായിക്കട്ടോ. ആ പറയുന്ന വാക്കുണ്ട്. ഇവൻ മാറി എന്നിട്ട് പറയാ, വേശ്യകളോടുകൂടെ തിന്നു മുടിച്ചാണെന്ന്. ഇവൻ കണ്ടോ? പൈസ കൊണ്ട് കളഞ്ഞു. ഇവനെങ്ങനെ കിട്ടിയേ? ഇത് ചിലര് അവിടെ തകർക്കാനുള്ള പിശാചിന്റെ ബ്രെയിനുള്ള ചിലരുണ്ട്. അവർ പറയുന്നതാണ് സ്ത്രീ വിഷയത്തെ കുറിച്ച്. ഞാൻ പറഞ്ഞില്ല, ദൈവാത്മാവിൽ പറയുക. ഞാനത് പാലിക്കുന്നുണ്ട്. ഞാൻ പറയാം, നമ്മളെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോൾ വ്യക്തമായി കാണാത്തതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. നമ്മൾ കൈക്കടിക്കണ്ട, നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. വ്യക്തമായി നമ്മൾ അറിയാത്ത കാരണം അത് ചിലപ്പോൾ ദൈവത്തിന് മുമ്പിൽ ഇത് പറഞ്ഞതുപോലെ ആ അഭിഷിക്തനല്ല, പക്ഷെ ദൈവാത്മാവ് ബാധിച്ചു. പക്ഷെ അഭിഷിക്തന്റെ നേരെ കൈ ഉയർത്താനിരിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ചില അഭിഷിക്തന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ചിലപ്പോൾ കേൾക്കില്ല അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഞാൻ ചെയ്യാറില്ല, ഞാൻ ഒരു ലൈക്ക് ഒഴിക്കാറില്ല. കാരണം എന്താ അറിയോ? നമുക്കറിയില്ല, ഇവൻ അറിയില്ല, വേശ്യമാരോട് തിന്നുപിടിച്ചവൻ അറിയത്തില്ല. പക്ഷെ ഇവൻ പറയുക, ആ പറയുന്നത് അറിയുമോ? അങ്ങനെയുള്ളവരെ നമ്മൾ സ്വല്പവും അകറ്റിക്കോണം. അകറ്റിയില്ലെങ്കിൽ നമ്മൾ അതിനകത്ത് വീഴുപോകും, തകർന്നു പോകും, നമ്മളെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് പറയുന്നത് ഒന്ന് നോക്കിയാണ്. പോട്ടെ, ഞാൻ നമ്മുടെ സബ്ജക്റ്റ് അല്ലല്ലോ. ഈ സ്ത്രീ പീഡന കേസില് ഒത്തിരിപേരുടെ ഭാര്യ ഇവനെ അറസ്റ്റ് ചെയ്തിരിക്കുക. അവിടെ നിന്നിരുന്ന സമയത്തില്ല, ആ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി അറസ്റ്റ് ചെയ്ത് അകത്തിരിക്കുക. പ്രശ്നം ഇതാണ്, ഈജിപ്തിലെ യൂണിവേഴ്സിറ്റി ആയുസിലും പുറത്തു വരുന്നില്ല. നിയമം അതാണെങ്കിലും സ്വപ്നം കൊടുത്ത നിയമമത, രാജ്യത്തിന്റെ നിയമമത, അവരുടെ നിയമമത. പക്ഷെ സ്വപ്നം കൊടുത്തത് ദൈവമാണെങ്കിൽ, സ്വപ്നം തന്നിരിക്കുന്നത് ദൈവമാണെങ്കിൽ, ദർശനം തന്നിരിക്കുന്നത് ദൈവമാണെങ്കിൽ, ലക്ഷ്യം തന്നിരിക്കുന്നത് ദൈവമാണെങ്കിൽ, ലക്ഷ്യം തന്നത് നിന്നെ അക്കരെ എത്തിക്കാൻ ശക്തനാണ്. ഇവിടെ ഒറ്റക്കിണർ വരട്ടെ, സഹോദരന്മാർ ഒറ്റപ്പെടുത്തട്ടെ, സഹോദരന്മാർ മാറ്റി നിർത്തട്ടെ. അത് അടുത്ത് കഴിഞ്ഞിട്ട് പരിഭൂമി വരട്ടെ, ഒത്തുപേരുടെ വീട് വരട്ടെ, കാരാഗ്രഹം വരട്ടെ. തളരരുതേ, തളരരുതേ. ഈ ലക്ഷ്യത്തിലേക്ക് സഹോദരന്മാരെ പിടിച്ച് വലിച്ചെടുത്തിട്ട് പൊട്ടക്കിണറ്റിലിരുമ്പോ ജോസഫ് എന്താ കർത്താവ് ചോദിച്ചു. ദൈവം ഒന്നും മിണ്ടിയില്ല. മുമ്പേ ഇരയുടെ സമയം അറിയത്തില്ലല്ലോ. ഇതുകൊണ്ട് 13 വർഷമാണ് ജോസഫിന്റെ ദൈവം. കാരണം 17-ാമത്തെ വയസ്സിൽ അവധി കൊടുത്തത്, 30-ാമത്തെ വയസ്സിലെ രാജാവായി. ഈ 13 വർഷത്തെ 1-ാമത്തെ വർഷമാണ്. എന്താ കർത്താവ് എത്ര സമയം വേണം ഒന്നും അറിയത്തില്ല. കർത്താവ് ഒന്നും പറഞ്ഞില്ല. പക്ഷെ കർത്താവ് ഒന്നും പറഞ്ഞു, നിന്റെ ദർശനം പൂർത്തീകരിച്ചേക്കാം, നിന്റെ സ്വപ്നം പൂർത്തീകരിച്ചേക്കാം, നിന്നെ നിത്യയിൽ എത്തിച്ചേക്കാം, നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി നിവർത്തിച്ചു തരാം. ഇത് മാത്രമേ കർത്താവ് പറയുന്നത്. ഒന്നുകൂടിയുണ്ട്. 8-ാമത്തെ കാര്യം പറയാം, എക്സ്പാൻഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ചില വേദനകൾ തരുന്നത് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയിട്ടാണ്. ചില വേദനകൾ നമുക്ക് വരുന്നത് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 27-ാമത്തെ അധ്യായത്തിൽ 225 പേരുമായിട്ട് യാത്ര ചെയ്ത കപ്പല് ഇസ്രായേൽ മൂലം കുടിക്കാറ്റടിച്ചു. പത്രോസ് 14 ദിവസമായിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ പത്രോസ് നോക്കിയിരിക്കുമ്പോ അവിടെ പൗലോസ് നോക്കിയിരിക്കുമ്പോ അവിടെ പൗലോസ് ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, 225 പേരോട് പറഞ്ഞു, ഇന്നലെ ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം എന്നെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമ്മുടെ പ്രാണങ്ങൾക്ക് കപ്പലിലും ചരക്കിലുമല്ലാതെ പ്രാണങ്ങൾക്ക് കേടുവരികയില്ല. പറഞ്ഞതുപോലെ ദൂതൻ ഭരിച്ചു. ഇപ്പൊ പൗലോസിന് ഒരു റെസ്പെക്ട് ഒക്കെ കിട്ടി. എല്ലാവരും വന്നു, ആ പൗലോസിന് റെസ്പെക്ട് കിട്ടി. ദൂത് ഭരിച്ചു.
മാൾട്ട, മെലിത്ത, 28:1. ആ രക്ഷപ്പെട്ട ശേഷം ജീവിതം വരെ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടെ ബർബറിന് അസാധാരണമായ ദയ ഞങ്ങളോട് കാണിച്ചു. അവിടെ തണുപ്പ് കൂടുതലാവുകൊണ്ട് എല്ലാവരും വിറക് വെക്കിയിട്ടു. വിറക് വെക്കിയിട്ട കൂട്ടത്തില് 225 പേരുണ്ട്, ബർബർമാർ വേറെ ഉണ്ട്. പൗലോസ് എന്നിട്ട് വിറക് വെക്കി ഈ തീക്കാത്തിടുകയും ചാടിയൊരാളിൽ കയ്യെ കയറി ചുറ്റി. വേറെ ആരുടെ കയ്യെ ചുറ്റില്ല, പൗലോസിന്റെ കയ്യിലേക്ക് ചുറ്റി. പൗലോസിന്റെ കയ്യിലേക്ക് ചുറ്റി. പൗലോസ് ആകപ്പാടെ ഒന്ന് പറിച്ചു, പേടിച്ചു. ഇല്ല, ഒന്നും ചെയ്യാനില്ല, കുടഞ്ഞ തീരോട്ട് കിടന്നു. പൗലോസിന് പ്രശ്നമില്ല, കൂടെ നിൽക്കുക. അവര് പറഞ്ഞു, നിങ്ങൾ ദൂത് പറഞ്ഞു 275 പേര് പറഞ്ഞു, ഇവൻ സാക്ഷാൽ എഴുതിക്കുന്ന വാക്ക് അങ്ങനെയാണ്, ഇവൻ സാക്ഷാൽ കുലപാതകൻ. വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി ഇവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, ഇവൻ സാക്ഷാൽ കുലപാതകൻ. വീർത്ത ചത്ത് വീഴുമെന്ന് വിചാരിച്ച് കുറെ നേരം അവർ നോക്കിയിരുന്നു. എഴുതിയിരിക്കുന്ന മാറ്റമാണ്, വീർത്ത് ചത്ത് വീഴും വിചാരിച്ച് കുറെ നേരം നോക്കിയിരുന്നു. ഒന്നും സംഭവിക്കായികയാണ്. അവരുടെ ആ വാക്ക് ശ്രദ്ധിച്ചു, അവരുടെ മനസ്സു മാറി. ആ വചനം പറയുന്ന അവരുടെ മനസ്സു മാറി, അവരുടെ മനസ്സു മാറി. ഇന്ന് നിന്റെ സഹോദരന്മാർ നിന്നെ മാറ്റി നിൽക്കുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ, കഴിവ് കെട്ടവരെന്ന് പറയുമ്പോൾ, നിന്നെ കൊണ്ട് ഉപകാരമില്ലെന്ന് പറയുമ്പോൾ, നിനക്ക് ജോലിയില്ലെന്ന് പറയുമ്പോൾ, നിന്നെ സാമ്പത്തിക മേഖലയില്ലെന്ന് പറയുമ്പോൾ, ഇന്ന് പകരം ദൈവമേ ഈ ആദ്യ അവരുടെ മനസ്സു മാറി. അവരുടെ മനസ്സ് മാറി. അടുത്ത വാക്ക്, അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. ചരിത്രം ജോസഫ് പറയുന്നു, മാൾട്ട എന്ന ദ്വീപ് മുഴുവനായിട്ട് രക്ഷയിലേക്കുന്നു. ആ ഒരു രാജ്യം മുഴുവൻ നമ്മൾ കാണുന്ന മാൾട്ട, ആ രാജ്യം മുഴുവൻ ദേവന്റെ വാക്കുകൾ കാണുന്നു. ദേവൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു, പൗലോസ് യേശുവിനെ കുറിച്ച് പറഞ്ഞു. ആ രാജ്യം മുഴുവൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായിരുന്നു. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ചില ആളുകൾ കയ്യേറി ചുറ്റും. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ചിലർ കൊലപാതകൻ എന്ന് പറയും. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിന്റെ തമ്പുരാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചില ഇടത്ത് വേദനകൾ ദൈവത്തെ നീ വിഷമിക്കേണ്ട, നീ വേദനിക്കേണ്ട, നിന്നെ നടത്തുന്നവൻ ദൈവമാണ്. ഇത്രയും കഴിഞ്ഞാൽ ഒൻപതാമത്തെ അത് പറഞ്ഞ് അവസാനിപ്പിക്കും. 9ാമത്തെ വാക്ക് പറയുകയാണ്. 9ാമത്തെ വാക്ക് ഇത്രയേ ഉള്ളൂ. അതെ, പൗലോസ് ഈ ചാനലിൽ ചാടി ചുറ്റി എന്നേക്ക് കുറഞ്ഞു കളഞ്ഞിട്ട് ആ ഏകദേശം പൗലോസിന്റെ നമുക്കറിയില്ല, കൃത്യം അറിയില്ലെങ്കിലും ഏകദേശം 180-ലധികം സഭകൾ പൗലോസ് സ്ഥാപിച്ചിട്ടുണ്ട്. 180 സഭകൾ സ്ഥാപിച്ച് ലക്ഷക്കണക്കിന് വിശ്വാസികളെ സ്ഥാനപ്പെടുത്തിയിട്ട് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ പൗലോസ് വന്നിട്ട് അവസാനത്തെ കാര്യം പറയുക, ഞാൻ നല്ല ഓർമ്മ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം അതെനിക്കായി വെച്ചിരിക്കുന്നു. നീതിയുടെ കിരീടത്തിന് വേണ്ടി ഓർമ്മയില്ലേ? എല്ലാ കടകളും മനസ്സാക്കി നീതിയുടെ കിരീടത്തിനായി ഓടുന്ന ദൈവത്തിലെ പരീക്ഷയുണ്ട്, വേദനയുണ്ട്, സങ്കടമുണ്ട്. നിന്നെ തകർക്കാനല്ല, നിന്നെ മുടിച്ചു കളയാനല്ല, നിന്നെ ഇല്ലാതാക്കാനല്ല, നിന്നെ ഒറ്റപ്പെടുത്താനല്ല. രക്തത്താൽ എല്ലാവരും ദൈവത്തോട് നന്ദി പറഞ്ഞാട്ടെ. കർത്താവ്